അടുത്ത ചാപ്റ്ററായിട്ട് നമുക്ക് പഠിക്കേണ്ടത് മോഷൻ ഇൻ എ പ്ലെയിൻ എന്ന ചാപ്റ്ററാണ്. ചാപ്റ്ററിനെ കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ ഇതിന് മുന്നേ ഉള്ള ചാപ്റ്ററിൽ നമ്മൾ പഠിച്ചു മോഷൻ ഇൻ എ സ്ട്രെയിറ്റ് ലൈൻ എന്ന ചാപ്റ്റർ പഠിച്ചിരുന്നു. അതിലെന്തൊക്കെയാണ് നമ്മൾ പഠിച്ചത്? ഒരു വസ്തുവിൻ്റെ മോഷൻ ഒരു സ്ട്രെയിറ്റ് ലൈനിൽ റെസ്ട്രിക്റ്റഡ് ആണെന്നുണ്ടെങ്കിൽ അതിനെ വിളിക്കുന്ന പേരാണ് മോഷൻ ഇൻ എ സ്ട്രെയിറ്റ് ലൈൻ. റെക്റ്റിലീനിയർ മോഷനൊക്കെ നമ്മൾ പഠിച്ചിരുന്നു. ഇവിടെ നമ്മൾ പഠിക്കുന്നത് ഒരു വസ്തുവിൻ്റെ മോഷൻ ഒരു പ്ലെയിനിൽ റെസ്ട്രിക്റ്റഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ, ഒരു പ്ലെയിനിലൂടെ ആണെന്നുണ്ടെങ്കിൽ ദ ടൈപ്സ് ഓഫ് മോഷൻ ഈസ് കോൾഡ് മോഷൻ ഇൻ എ പ്ലെയിൻ. 2 ഡയമെൻഷണൽ മോഷൻ എന്നൊക്കെ നമ്മൾ പറഞ്ഞിരുന്നു അല്ലേ? ആ ഒരു വസ്തുവിൻ്റെ പൊസിഷൻ പറയാൻ നമുക്ക് 2 ആൾക്കാരുടെ സഹായം വേണം. അതുകൊണ്ട് നമ്മൾ 2 ഡയമെൻഷണൽ മോഷൻ എന്നൊക്കെ പറഞ്ഞു എന്ന് നമ്മൾ പഠിച്ചിരുന്നു. അപ്പോൾ 2 ഡയമെൻഷണൽ മോഷൻ മീൻസ് ഒരു പോയിന്റ് ഒബ്ജക്റ്റ് ഇവിടെ ഉണ്ട്, ആ ഒബ്ജക്റ്റ് മൂവ് ചെയ്യുന്നു, ഇങ്ങനെ മൂവ് ചെയ്യുന്നു, ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. ദാറ്റ് മീൻസ് അവൻ്റെ ഡയറക്ഷൻ ചേഞ്ച് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇങ്ങോട്ട് പോയപ്പോൾ ഈസ്റ്റിലേക്കാണ്, ഇപ്പോൾ സൗത്തിലേക്ക് പോയി, പിന്നെയും ഈസ്റ്റിലേക്ക് പോയി, സൗത്തിലേക്ക് പോയി, ഈസ്റ്റിലേക്ക് പോയി, അങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നു. ഒരു വസ്തുവിൻ്റെ മോഷനിൽ ഡയറക്ഷൻ ചേഞ്ചും കൂടി വന്നു കഴിഞ്ഞാൽ ദ ടൈപ്പ് ഓഫ് മോഷൻ ഈസ് കോൾഡ് മോഷൻ ഇൻ എ പ്ലെയിൻ. അപ്പോൾ ഡയറക്ഷൻ ചേഞ്ച് ചെയ്യുന്നു എന്ന് വെച്ച് കഴിഞ്ഞാൽ മനസ്സിലാക്കുക, ഇവൻ്റെ ഡയറക്ഷൻ എക്സ് ആക്സിസിനും വൈ ആക്സിസിനും റെസ്പെക്റ്റ് ആയിട്ട് മാത്രമേ ചേഞ്ച് ചെയ്യുന്നുള്ളൂ. അല്ലെങ്കിൽ ഏതെങ്കിലും 2 ആക്സിസുകളിൽ മാത്രമായിരിക്കും ഇവരുടെ മോഷൻ ഒതുങ്ങി നിൽക്കുന്നത്. ഇപ്പോൾ ഈ ഒതുങ്ങി നിൽക്കുന്നത് മുകളിലോട്ട് നമ്മൾ വരച്ചാൽ ഇത് എക്സ് ആക്സിസ് എന്നും, ഇങ്ങനെ വരച്ചാൽ തന്നെ വൈ ആക്സിസ് എന്നും വിളിക്കുന്നു. അപ്പോൾ ഈ എക്സ് ആക്സിസിലൂടെയും വൈ ആക്സിസിലൂടെയും മാത്രമാണ് ഇവൻ്റെ മോഷൻ. ഒരിക്കലും അവൻ പുറത്തേക്ക് ഇറങ്ങി വരില്ല, ഇസഡ് ആക്സിസിലേക്ക് കടന്നു വരില്ല, പുറത്തേക്കോ അതിനുള്ളിലേക്കോ പോവില്ല. പോസിറ്റീവ് ഇസഡ് ആക്സിസിലോട്ടോ നെഗറ്റീവ് ഇസഡ് ആക്സിസിലോട്ടോ അവൻ്റെ മോഷൻ പോവില്ല. ഇനിയിപ്പോൾ ഒരു ക്വസ്റ്റ്യൻ ചോദിക്കാൻ നിങ്ങൾക്ക്, ഇങ്ങനെയാണെങ്കിലോ എന്ന്. ഒരു ബുക്ക് ഞാൻ എടുത്തു, ഈ ബുക്ക് എടുത്തതിന് ശേഷം ഇതിന് മോഷൻ ഇപ്പോൾ എങ്ങനെയാണ്? ഈ ഒരു ഒബ്ജക്റ്റിൽ ഇങ്ങനെയാണെങ്കിൽ ഈ ഒരു ബുക്കിലൂടെ ആണെന്നുണ്ടെങ്കിൽ ഇത് ഇസഡ് ആക്സിസിലൂടെ അല്ലേ, ഫ്രണ്ടിലോട്ടല്ലേ ഇത് മൂവ് ചെയ്യുന്നത്? ഈ ബുക്കിലൂടെ ഇങ്ങനെ മൂവ് ചെയ്ത് കഴിഞ്ഞാൽ ശരിയാണ്, ഇത് ഇസഡ് ആക്സിസിലാണ്. പക്ഷേ ഇസഡ് ആക്സിസിലും ഇങ്ങനെ ഒരു ആക്സിസിലും നിൽക്കുന്ന വെർട്ടിക്കൽ പ്ലെയിൻ ആണിത്. ആ വെർട്ടിക്കൽ പ്ലെയിനിൽ മാത്രമാണ് അവൻ്റെ മോഷൻ ഒതുങ്ങി നിൽക്കുന്നത്. അപ്പോൾ എവിടെയായിരുന്നാലും ഏത് ആക്സിസ് എടുത്തു കഴിഞ്ഞാലും അവൻ്റെ മോഷൻ ഒരു പ്ലെയിനിൽ ഒതുങ്ങി നിൽക്കുന്നു എന്നുണ്ടെങ്കിൽ, 2 ആക്സിസുകളിൽ ഒതുങ്ങി നിൽക്കുന്നു എന്നുണ്ടെങ്കിൽ ദ ടൈപ്പ് ഓഫ് മോഷൻ ഈസ് കോൾഡ് മോഷൻ ഇൻ എ പ്ലെയിൻ. മോഷൻ ഇൻ എ പ്ലെയിൻ എന്ന് പറയുന്ന ചാപ്റ്ററിൽ നമ്മൾ ആദ്യം പഠിക്കേണ്ടത് ഫിസിക്കൽ ക്വാണ്ടിറ്റീസിനെ നമുക്ക് 2ആയിട്ട് തരംതിരിക്കാം എന്നുള്ളതിനെ കുറിച്ചാണ്. അപ്പോൾ എന്താണ് ഫിസിക്കൽ ക്വാണ്ടിറ്റി? ഫിസിക്കൽ ക്യാരക്ടറിസ്റ്റിക്സ് ഉള്ളതും അതിനെ മെഷർ ചെയ്തെടുക്കാൻ പറ്റുന്നതുമായിട്ടുള്ള ക്വാണ്ടിറ്റീസിനെ നമ്മൾ വിളിച്ചിരുന്ന പേരാണ് ഫിസിക്കൽ ക്വാണ്ടിറ്റീസ്. ശരിയല്ലേ? ഈ ഫിസിക്കൽ ക്വാണ്ടിറ്റീസിനെ നമ്മൾ 2ആയി തരംതിരിക്കുന്നു. എന്താണ് നമുക്ക് നോക്കാം. അതിനു മുന്നേ നിങ്ങളിപ്പോൾ വീട്ടിൽ നിൽക്കുകയാണ്. നിങ്ങൾ വീട്ടിൽ നിൽക്കുന്ന സമയത്ത് വീട്ടിലുള്ള ആരെങ്കിലും, അച്ഛനോ അമ്മയോ അമ്മാവനോ ആരെങ്കിലും നിങ്ങളുടെ അടുത്ത് പറയുകയാണ്, മാർക്കറ്റിൽ പോയതിന് ശേഷം, അല്ലെങ്കിൽ മാർക്കറ്റിൽ പോകുന്നൊന്നും പറയുന്നില്ല, നിങ്ങളുടെ അടുത്ത് പറയുകയാണ് 5 കിലോ ആപ്പിൾ വാങ്ങിയിട്ട് വരിക. നിങ്ങൾ വീട്ടിലുള്ള ഒരാൾ നിങ്ങളോട് പറയുന്നു 5 കിലോ ആപ്പിൾ വാങ്ങിയിട്ട് വരിക. നിങ്ങൾ എന്ത് ചെയ്യും? അതിനുള്ള പൈസയും വീട്ടിൽ നിന്ന് വാങ്ങിയതിന് ശേഷം മാർക്കറ്റിലേക്ക് പോയി 5 കിലോ ആപ്പിളും വാങ്ങി തിരിച്ചു വരുന്നു. എത്രയാണ് വാങ്ങാൻ പറഞ്ഞത്? 5 കിലോയാണ് പറഞ്ഞത്. 5നെ വിളിക്കുന്ന പേരാണ് മാഗ്നിറ്റ്യൂഡ്. എത്രത്തോളം വാങ്ങാൻ പറയും? മാഗ്നിറ്റ്യൂഡ് എന്ന് വിളിക്കുന്നു. മാഗ്നിറ്റ്യൂഡ്. അപ്പോൾ 5 കിലോ ആപ്പിൾ വാങ്ങാനാണ് നിങ്ങളുടെ അടുത്ത് പറഞ്ഞത്. എവിടെ പോയി വാങ്ങാനൊന്നും പറഞ്ഞിട്ടില്ലല്ലോ. 5 കിലോ ആപ്പിൾ വാങ്ങാനായിട്ട് പറഞ്ഞു. അപ്പോൾ നിങ്ങൾക്ക് അറിയാം ആപ്പിൾ എവിടെയാണ് കിട്ടുന്നത് എന്നുള്ളത്. അവിടെ നിങ്ങൾ പോയി ആപ്പിൾ വാങ്ങിയിട്ട് വന്നു. ഇനി നേരെ തിരിച്ച് വീട്ടിലേക്ക് വരുമ്പോൾ വീട്ടിലുള്ള മറ്റൊരാൾ പറയുകയാണ്, എൻ്റെ പേന ഇങ്ങ് എടുത്തിട്ട് വാന്ന് പറയുന്നു. അല്ലെങ്കിൽ എൻ്റെ വാഹനം ഒരു സ്ഥലത്ത് ഇരിപ്പുണ്ട്, അതിനെ ഇങ്ങ് എടുത്തിട്ട് വാന്ന് പറയുന്നു. അപ്പം നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? ആ വാഹനം എവിടെയാണ് ഇരിക്കുന്നത് എന്ന് നിങ്ങൾക്ക് അറിയാതെ അതിന് എടുക്കാൻ പറ്റില്ല. അങ്ങനെയാണ് പറയുന്നതെന്നുണ്ടെങ്കിൽ, വാഹനം എടുത്തിട്ട് വരാനാണ് പറയുന്നതെന്നുണ്ടെങ്കിൽ നമ്മൾ പറയണം, അല്ലെങ്കിൽ പറയുന്ന ആൾ പറയണം, ഈ വാഹനം എവിടെയാണ് ഇരിക്കുന്നത് എന്ന് പറയണം. അപ്പോൾ അദ്ദേഹം പറയുന്നു എൻ്റെ വാഹനം ഇങ്ങ് എടുത്തിട്ട് വാന്ന് പറഞ്ഞാൽ അതിനൊരു പൂർണ്ണമായ അർത്ഥം നമുക്ക് ഉൾക്കൊള്ളാൻ പറ്റില്ല. അപ്പോൾ എന്ത് പറയേണ്ടി വരും അദ്ദേഹം? എൻ്റെ വാഹനം വീടിനടുത്തുള്ള പള്ളിയുടെ അടുത്തിരിക്കുകയാണ്, പള്ളിയുടെ അടുത്തുനിന്ന് വാഹനം ഇങ്ങ് എടുത്തിട്ട് വരിക. അപ്പോൾ ആ വാഹനം എവിടെ ഇരിക്കുന്നു എന്നുള്ള പൊസിഷൻ, സ്ഥാനം പറയേണ്ടി വരും. അപ്പോൾ അല്ലെങ്കിൽ അത് ഏത് ദിശയിലാണ് ഇരിക്കുന്നത് എന്ന് പറയേണ്ടി വരും. ഇപ്പോൾ നമ്മുടെ പേനയാണെന്നുണ്ടെങ്കിൽ പേന ഇങ്ങ് എടുത്തിട്ട് വാ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പേന എവിടെയാണ് ഇരിക്കുന്നതെന്ന് നിങ്ങൾക്ക് അറിയാത്തത് കൊണ്ട് ആ ഒരു സെന്റൻസ് അർത്ഥവത്തല്ല. അപ്പം എന്ത് പറയണം? എൻ്റെ റൂമിന് വലതുഭാഗത്തിരിക്കുന്ന ടേബിളിന് മുകളിലായിരിക്കുന്ന പേന ഇങ്ങ് എടുത്തിട്ട് വാ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാം? വളരെ ഈസി ആയത് പോയി എടുത്തിട്ട് വരാൻ പറ്റും. അപ്പോൾ നോർമൽ ലൈഫിലായാലും ഫിസിക്കൽ ക്വാണ്ടിറ്റീസിനായാലും ചില കാര്യങ്ങൾക്ക് ഡയറക്ഷൻ പറയേണ്ട ആവശ്യമില്ല. ഫോർ എക്സാമ്പിൾ 5 കിലോ ആപ്പിൾ വാങ്ങിയിട്ട് വരിക. അതിന് ഡയറക്ഷൻ്റെ ആവശ്യമില്ല. കാര്യം നമുക്ക് അത് ഡയറക്ഷൻ പറയാതെ തന്നെ ആപ്പിൾ എവിടെയാണ് കിട്ടുന്നതെന്ന് നമുക്കറിയാം, നമ്മൾ പോയി വാങ്ങിയിട്ട് വരും. പക്ഷെ ചില കാര്യങ്ങൾക്ക് ഡയറക്ഷൻ പറഞ്ഞേ മതിയാവും. അത് അർത്ഥം ഉണ്ടാവണമെന്നുണ്ടെങ്കിൽ എന്ത് വേണ്ടി വരും? ഡയറക്ഷൻ വേണ്ടി വരും. അങ്ങനെ ഡയറക്ഷൻ ഇല്ലാതെ മാഗ്നിറ്റ്യൂഡ് മാത്രമുള്ള ഫിസിക്കൽ ക്വാണ്ടിറ്റീസിനെ വിളിക്കുന്ന പേരാണ് സ്കേലാർ ഫിസിക്കൽ ക്വാണ്ടിറ്റീസ് അല്ലെങ്കിൽ സ്കേലാർ ക്വാണ്ടിറ്റീസ്.
മാഗ്നിറ്റ്യൂഡ് മാത്രമുള്ള ഫിസിക്കൽ ക്വാണ്ടിറ്റീസിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് സ്കേലാർ ക്വാണ്ടിറ്റീസ് എന്ന് വിളിക്കുന്നത്. ഇനിയിപ്പോൾ ചില വസ്തുക്കളുണ്ടല്ലേ, അതിന് മാഗ്നിറ്റ്യൂഡും വേണം ഡയറക്ഷനും വേണം അർത്ഥം വരണമെന്നുണ്ടെങ്കിൽ, അങ്ങനെ മാഗ്നിറ്റ്യൂഡിനോടൊപ്പം ഡയറക്ഷൻ കൂടി വന്നു കഴിഞ്ഞാൽ അങ്ങനെയുള്ള ഫിസിക്കൽ ക്വാണ്ടിറ്റീസിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് വെക്ടേഴ്സ്. ഇതെന്ന് വിളിക്കുന്നു വെക്ടേഴ്സ്. മാഗ്നിറ്റ്യൂഡൊപ്പം ഡയറക്ഷൻ കൂടെ ഉണ്ടെന്നുണ്ടെങ്കിൽ ദ ടൈപ്പ് ഓഫ് ഫിസിക്കൽ ക്വാണ്ടിറ്റീസ് കോൾഡ് വെക്ടേഴ്സ്. ഇനിയിപ്പോൾ ഒരു കുഞ്ഞുദാഹരണം കൂടെ പറഞ്ഞു കഴിഞ്ഞാൽ, എൻ്റെ പേന ഇവിടെ ഉണ്ട്. എൻ്റെ പേന ഞാനിപ്പോൾ എൻ്റെ കയ്യിൽ പേന ഇങ്ങനെ വെച്ചതിന് ശേഷം നിങ്ങളുടെ അടുത്ത് പറയുന്നു പേനയിലേക്ക് ഒരു ഫോഴ്സ് തരിക. അപ്പോൾ ഇതിൻ്റെ ഹാഫ് ഓഫ് ദ മീനിങ് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ട്. പേനയിലേക്ക് ഫോഴ്സ് തരണം. പക്ഷേ ഈ ഫോഴ്സ് എങ്ങോട്ടാണ് കൊടുക്കേണ്ടത്? അങ്ങോട്ടാണോ, ഇങ്ങോട്ടാണോ, ഉള്ളിലേക്കാണോ, ഇങ്ങോട്ടാണോ, അല്ലെങ്കിൽ മുകളിലോട്ടാണോ, താഴോട്ടാണോ, ഒന്നും നമുക്ക് അറിയാൻ പറ്റുന്നില്ല. അപ്പോൾ ഇത് അർത്ഥം ക്ലിയർ ആവണമെന്നുണ്ടെങ്കിൽ ഞാൻ എന്ത് പറയണം? ഈ ഫോഴ്സ് എങ്ങോട്ടാണ്, ഏത് ഡയറക്ഷനിലാണ് കൊടുക്കേണ്ടത് എന്നുള്ളത് നമ്മൾ പറയേണ്ടി വരും. പിടികിട്ടുന്നുണ്ടല്ലോ? അപ്പോൾ ഈ ഒരു ഫോഴ്സ് എന്ന് പറയുന്ന സാധനത്തിന് ഒരു ഡയറക്ഷനൂടെ ആവശ്യമായിട്ട് വരുന്നു. നമ്മൾ ഡയറക്ഷനൂടെ പറഞ്ഞെങ്കിലേ ഇത് കേൾക്കുന്ന ഒരാളിന് പൂർണ്ണമായി മനസ്സിലാവത്തുള്ളൂ. അങ്ങനെ മാഗ്നിറ്റ്യൂഡും ഡയറക്ഷനും ഉള്ള ആൾക്കാരെ വിളിക്കുന്ന പേര് വെക്ടർ ക്വാണ്ടിറ്റീസ് എന്നും മാഗ്നിറ്റ്യൂഡ് മാത്രമുള്ള ആൾക്കാരെ വിളിക്കുന്ന പേര് സ്കേലാർ ക്വാണ്ടിറ്റീസ് എന്നും വിളിക്കുന്നു. ഡെഫിനിഷൻ ഒന്നുകൂടെ നോക്കാം. സ്കേലാർ ക്വാണ്ടിറ്റീസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ദ ക്വാണ്ടിറ്റീസ് വിച്ച് ഹാവ് ഓൺലി മാഗ്നിറ്റ്യൂഡ് ആൻഡ് നോ ഡയറക്ഷൻ. മാഗ്നിറ്റ്യൂഡ് മാത്രമുള്ളതും ഡയറക്ഷൻ ഇല്ലാത്തതുമായിട്ടുള്ള ഫിസിക്കൽ ക്വാണ്ടിറ്റീസിനെ വിളിക്കുന്ന പേരാണ് സ്കേലാർ ക്വാണ്ടിറ്റീസ്. എക്സാമ്പിൾ ചോദിച്ചാൽ എന്തൊക്കെ പറയും? എക്സാമ്പിളിൽ നമുക്ക് പഠിക്കേണ്ട എക്സാമ്പിൾസ് ആണ് ആദ്യത്തെ ക്ലാസ്സുകളിൽ, അല്ലെങ്കിൽ സ്ട്രെയിറ്റ് ലൈനിൽ നമ്മൾ പഠിച്ച കുറച്ച് എക്സാമ്പിൾ ഇവിടെ ഉണ്ടല്ലേ. ആരൊക്കെയാണ് സ്കേലാർ ക്വാണ്ടിറ്റി ഡയറക്ഷൻ പറയേണ്ടാത്ത ആൾക്കാർ? നമ്മൾ ആരൊക്കെ പഠിച്ചു? സ്പീഡ്, ഡിസ്റ്റൻസ് ഒക്കെ പഠിച്ചിട്ടുണ്ടല്ലേ. ആരൊക്കെയാണ്? സ്പീഡ്, ഡിസ്റ്റൻസ്. ഈ രണ്ടെണ്ണം നമ്മൾ മുന്നേ പഠിച്ചതാണ്. സ്പീഡിനെയും ഡിസ്റ്റൻസിനെയും നമ്മൾ പഠിച്ചു, അത് സ്കേലാർ ക്വാണ്ടിറ്റീസ് ആണെന്ന് പഠിച്ചു. ഇനി അറിയേണ്ട ഒരു കാര്യങ്ങൾ കറണ്ട്, ടെമ്പറേച്ചർ, എനർജി. കറണ്ട്, ടെമ്പറേച്ചർ, എനർജി. കറണ്ട്, ടെമ്പറേച്ചർ, എനർജി എല്ലാം എന്ത് ക്വാണ്ടിറ്റീസ് തന്നെയാണ്? സ്കേലാർ ക്വാണ്ടിറ്റീസ് തന്നെയാണ്. അപ്പോൾ ഇവിടെ ഒരു ക്വസ്റ്റ്യൻ ചിന്തിച്ച ആൾക്കാർക്ക് ഒരു ഡൗട്ട് തോന്നിയേക്കാം, വൈ ദിസ് കറണ്ട് ഈസ് എ സ്കേലാർ? എന്തുകൊണ്ട് കറണ്ട് ഒരു സ്കേലാർ എന്ന് പറയുന്നു? കാര്യം നമ്മൾ സ്കൂൾ ക്ലാസ്സിലൊക്കെ പഠിച്ചിട്ടുണ്ട്. കറണ്ട് ആണെന്നുണ്ടെങ്കിൽ അതിനൊരു ഡയറക്ഷൻ പറയുന്നുണ്ട്, ശരിയല്ലേ? പോസിറ്റീവ് പൊട്ടൻഷ്യലിൽ നിന്നും നെഗറ്റീവ് പൊട്ടൻഷ്യലിലേക്കാണ് കൺവെൻഷണൽ കറണ്ടിന്റെ ഡയറക്ഷൻ എന്ന് പറയുന്നത്. അപ്പോൾ കറണ്ടിനൊരു ഡയറക്ഷൻ ഉള്ള ആളല്ലേ? അങ്ങനെയെങ്കിൽ അവൻ വെക്ടർ ക്വാണ്ടിറ്റി ആകണ്ടേ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അല്ല. നമ്മൾ എന്ത് മനസ്സിലാക്കണം? ഡയറക്ഷൻ ഉള്ള എല്ലാ ക്വാണ്ടിറ്റികളും എന്തല്ല? വെക്ടേഴ്സ് അല്ല. ഇതിന് മാത്സിൽ ഒരുപാട് റൂൾസ് പറയുന്നുണ്ട്. ഒരു ക്വാണ്ടിറ്റി എന്തുകൊണ്ട് എങ്ങനെ വെക്ടർ ആകണം. അപ്പോൾ അതിൽ വെക്ടർ ലോസിന്റെ അഡീഷൻ ഉണ്ട്, അത് നമ്മളിനി പഠിക്കും. വെക്ടർ ലോസിന്റെ മൾട്ടിപ്ലിക്കേഷൻ ഉണ്ട്. അങ്ങനെ വെക്ടേഴ്സിന്റെ എല്ലാ പ്രോപ്പർട്ടികളും ഒരാൾ ഒബേ ചെയ്യുന്നുണ്ടെങ്കിൽ മാത്രമേ അവന് നമ്മൾ ആരെന്ന് വിളിക്കൂ? വെക്ടർ ക്വാണ്ടിറ്റി എന്ന് വിളിക്കൂ. അപ്പോൾ ഡയറക്ഷൻ ഉണ്ട് എന്ന് കരുതി അവന് നമുക്ക് എന്തെന്ന് പറയാൻ പറ്റില്ല, വെക്ടർ ആണ് എന്ന് ഉറപ്പിച്ച് പറയാൻ പറ്റില്ല. അപ്പൊ കറണ്ടിന് എന്താണ്? കറണ്ടിന് ഡയറക്ഷൻ ഉണ്ട്, പോസിറ്റീവിൽ നിന്ന് നെഗറ്റീവിലേക്ക് ഡയറക്ഷൻ ഉണ്ട്. എങ്കിൽ പോലും അവൻ എന്ത് ക്വാണ്ടിറ്റിയാണ്? സ്കേലാർ ക്വാണ്ടിറ്റിയാണ്. ഒരു കാര്യം കൂടെ പറയുന്നു, കറണ്ടിന് ഡയറക്ഷൻ ഉണ്ട് എന്ന് നമ്മൾ സ്കൂൾ ക്ലാസ്സുകളിലെല്ലാം പഠിച്ചു വെച്ചിട്ടുള്ളത് അത് കറണ്ടിന്റെ യഥാർത്ഥ ഡയറക്ഷൻ അല്ല. കറണ്ട് എവിടെ തുടങ്ങി എവിടെ അവസാനിക്കുന്നു എന്ന് മാത്രമേ ആ കറണ്ടിന്റെ ഡയറക്ഷൻ നമ്മൾ പഠിച്ച പോസിറ്റീവ് ടു നെഗറ്റീവ് എന്ന് മനസ്സിലാക്കി തരുന്നുള്ളൂ. കറണ്ട് എവിടെ തുടങ്ങും? പോസിറ്റീവ് പൊട്ടൻഷ്യലിൽ തുടങ്ങും. എവിടെ അവസാനിക്കും? നെഗറ്റീവ് പൊട്ടൻഷ്യലിൽ അവസാനിക്കും എന്ന് മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റൂ? ഈ കറണ്ടിന്റെ ഡയറക്ഷനായ പോസിറ്റീവ് ടു നെഗറ്റീവ് മീൻ ചെയ്യുന്നുള്ളൂ. അത് ഒരിക്കലും അതിന്റെ യഥാർത്ഥ ഡയറക്ഷൻ അല്ല. ഞാൻ ഈ പറഞ്ഞ പോസിറ്റീവിൽ തുടങ്ങി നെഗറ്റീവിൽ അവസാനിക്കും എന്ന് പറഞ്ഞതിലും ഒരുപാട് ലിമിറ്റേഷൻസ് ഉണ്ട്. അതൊക്കെ നമ്മൾ മുന്നോട്ട് പോകുമ്പോൾ പഠിക്കും. അപ്പോൾ എന്ത് പറഞ്ഞു? സ്കേലാർ ക്വാണ്ടിറ്റി, ദ ക്വാണ്ടിറ്റി വിച്ച് ഹാവ് ഓൺലി മാഗ്നിറ്റ്യൂഡ് ആൻഡ് നോ ഡയറക്ഷൻ. എക്സാമ്പിൾ ചോദിച്ചു കഴിഞ്ഞാൽ സ്പീഡ്, ഡിസ്റ്റൻസ്, കറണ്ട്, ടെമ്പറേച്ചർ, എനർജി. ഈ എനർജി ഒന്ന് ശ്രദ്ധിച്ചോളാം, ക്വസ്റ്റ്യൻ ചോദിക്കുന്നതാണ് എനർജി എന്ത് ക്വാണ്ടിറ്റി ആണെന്നുള്ളത്. അടുത്ത് നോക്കേണ്ടത് വെക്ടർ ക്വാണ്ടിറ്റി. എന്താണ്? ദ ക്വാണ്ടിറ്റി വിച്ച് ഹാവ് ബോത്ത് മാഗ്നിറ്റ്യൂഡ് ആൻഡ് ഡയറക്ഷൻ. മാഗ്നിറ്റ്യൂഡും ഡയറക്ഷനും ഉള്ള ആൾക്കാരെ വിളിക്കുന്ന പേര് വെക്ടർ ക്വാണ്ടിറ്റീസ്. എക്സാമ്പിൾ ചോദിച്ചാൽ എന്തൊക്കെ പറയാം? നമ്മൾ പഠിച്ചിട്ടുണ്ടല്ലേ, ഡിസ്പ്ലേസ്മെന്റ്. വേറെന്ത് പഠിച്ചു നമ്മൾ? വെലോസിറ്റി പഠിച്ചു, ആക്സിലറേഷൻ പഠിച്ചു. പിന്നെ ആരൊക്കെ വരും? ഫോഴ്സ് വരും. ഇതെല്ലാം എന്ത് ക്വാണ്ടിറ്റി തന്നെയാണ്? വെക്ടർ ക്വാണ്ടിറ്റി തന്നെയാണ്. ഇനിയിപ്പോൾ നമ്മൾ തെറ്റിക്കാനായിട്ട് അവർ കുറച്ച് കാര്യങ്ങളൊക്കെ അവർ തരും. കറണ്ട് ഡെൻസിറ്റി. കറണ്ട് ഡെൻസിറ്റി ഒറ്റ വേർഡാണ്, രണ്ട് വേർഡല്ല. കറണ്ട് ഡെൻസിറ്റി ഒത്തെഴുതാം. കറണ്ട് ഡെൻസിറ്റി. കറണ്ട് ഡെൻസിറ്റി എന്ന് വെച്ചാൽ എന്ത് ക്വാണ്ടിറ്റിയാണ്? അതൊരു വെക്ടർ ക്വാണ്ടിറ്റിയാണ്. എന്താണ് കറണ്ട് ഡെൻസിറ്റി എന്ന് ചോദിച്ചാൽ ജെ എന്ന അക്ഷരം കൊണ്ട് എഴുതും. കറണ്ട് ബൈ ഏരിയ. കറണ്ട് ബൈ ഏരിയ വിളിക്കുന്ന പേരാണ് കറണ്ട് ഡെൻസിറ്റി. കറണ്ട് ഡെൻസിറ്റി ഈസ് എ വെക്ടർ ക്വാണ്ടിറ്റി. അത് എന്ത് ക്വാണ്ടിറ്റിയാണ്? വെക്ടർ ക്വാണ്ടിറ്റിയാണ്. പക്ഷേ കറണ്ട് എന്നുള്ളത് എന്ത് ക്വാണ്ടിറ്റിയുമാണ്? സ്കേലാർ ക്വാണ്ടിറ്റിയുമാണ്. ഇനി അടുത്തത് ഇന്റൻസിറ്റി ഓഫ് ഇലക്ട്രിക് ഫീൽഡ്.
ഇന്റൻസിറ്റി ഓഫ് ഇലക്ട്രിക് ഫീൽഡ്. ഇന്റൻസിറ്റി ഓഫ് ഇലക്ട്രിക് ഫീൽഡ് എല്ലാം എന്ത് ക്വാണ്ടിറ്റി തന്നെയാണ്? വെക്ടർ ക്വാണ്ടിറ്റി തന്നെയാണ്. അപ്പോൾ തിരിഞ്ഞു പോകരുത്. കറണ്ട് ഈസ് എ സ്കേലാർ ക്വാണ്ടിറ്റി, കറണ്ട് ഡെൻസിറ്റി ഈസ് എ വെക്ടർ ക്വാണ്ടിറ്റി, എനർജി ഈസ് എ സ്കേലാർ ക്വാണ്ടിറ്റി, ഇന്റൻസിറ്റി ഓഫ് ഇലക്ട്രിക് ഫീൽഡ് ഈസ് എ വെക്ടർ ക്വാണ്ടിറ്റി. അങ്ങോട്ടേക്ക് മാറ്റിയേക്ക് നോക്കുക. അപ്പോൾ നമ്മൾ മുന്നോട്ട് പോകുമ്പോൾ ഓരോ ക്വാണ്ടിറ്റീസ് പഠിക്കുമ്പോൾ നമ്മൾ അത് എന്ത് ക്വാണ്ടിറ്റിയാണ്, വെക്ടർ ആണോ സ്കേലാർ ആണോ എന്നൊക്കെ നമ്മൾ പഠിച്ചു വയ്ക്കുന്നതായിരിക്കും. ഇനി നമുക്ക് നോക്കേണ്ടത് റെപ്രസെൻറ്റേഷൻ ഓഫ് വെക്ടേഴ്സ് ആണ്. വെക്ടേഴ്സിനെ എങ്ങനെ നമുക്ക് റെപ്രസെൻറ്റ് ചെയ്യാമെന്നുള്ളത്. അപ്പോൾ വെക്ടർ എന്താണെന്നൊക്കെ നമ്മളിപ്പോൾ പഠിച്ചതാണല്ലേ. ഇനി വെക്ടറിനെ റെപ്രസെൻറ്റ് ചെയ്യുന്ന ആദ്യം ഗ്രാഫിക്കൽ മെത്തേഡിൽ. ഗ്രാഫിക്കൽ മെത്തേഡിൽ എങ്ങനെയാണ് വെക്ടറിനെ റെപ്രസെൻറ്റ് ചെയ്യുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, വെക്ടറിന് മാഗ്നിറ്റ്യൂഡ് കൊണ്ട് ഡയറക്ഷനും അല്ലേ. അപ്പോൾ ഒരു സ്ട്രെയിറ്റ് ലൈനും അതിനോടൊപ്പം ഒരു ആരോയും. ഒരു സ്ട്രെയിറ്റ് ലൈൻ വിത്ത് ആൻ ആരോ ഹെഡ്, അതിനെ വിളിക്കുന്ന പേരാണ് വെക്ടർ ഇൻ ഗ്രാഫിക്കൽ ഫോം. ഗ്രാഫിക്കൽ ഫോമിൽ വെക്ടർ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു സ്ട്രെയിറ്റ് ലൈനും അതിനെന്തുകൊണ്ടായിരിക്കും? ഒരു ആരോ ഹെഡ് കൊണ്ടായിരിക്കും. അപ്പോൾ ഒരു വെക്ടറിന് ആരൊക്കെ കൊണ്ടിടേ? മാഗ്നിറ്റ്യൂഡ് കൊണ്ട് ഡയറക്ഷനും ഉണ്ട്. ശരിയല്ലേ? ഈ വെക്ടറിന്റെ റെപ്രസെൻറ്റേഷനിൽ ഒരു ലൈൻ സെഗ്മെന്റ് ഉണ്ടല്ലേ. ആ ലൈൻ സെഗ്മെന്റ് ആണ് അതിന്റെ മാഗ്നിറ്റ്യൂഡ്. അതിനൊരു ആരോ ഹെഡ് ഉണ്ടല്ലോ. ആ ആരോ ഹെഡ് ആണ് അതിന്റെ ഡയറക്ഷൻ. അപ്പോൾ എങ്ങനെ റെപ്രസെന്റ് ചെയ്യാം വെക്ടറിനെ ഗ്രാഫിക്കൽ ഫോമിൽ? ഒരു സ്ട്രെയിറ്റ് ലൈൻ വിത്ത് ആൻ ആരോ ഹെഡ്, അതിന് വിളിക്കുന്ന പേര് വെക്ടർ. ആ ആരോയുടെ ലെങ്ത് അതിന് എന്തിനെ തരുന്നു? മാഗ്നിറ്റ്യൂഡ് തരുന്നു. അതിന്റെ ഡയറക്ഷൻ, അതിന്റെ ആരോ ഹെഡ് എന്തിനെ തരുന്നു? വെക്ടറിന്റെ ഡയറക്ഷനെ തരുന്നു എന്ന് നമ്മൾ പറയുന്നു. ഇനിയിപ്പോൾ വെക്ടറിനെ ഇങ്ങനെ മാത്രമേ വരയ്ക്കാവുള്ളൂ. അല്ല, ഇങ്ങനെയാണോ വരയ്ക്കാം? ഇതൊരു വെക്ടറാണ്, ഇതൊരു വെക്ടറാണ്, ഇതൊരു വെക്ടറാണ്. സ്ട്രെയിറ്റ് ലൈനും വേണം, ഒരു ആരോയും വേണം. അത്ര മാത്രമേ ഉള്ളൂ. വെക്ടറിനൊക്കെ പേര് കൊടുക്കാം കേട്ടോ. ഇത് എ എന്ന പേര്, ചിലപ്പോൾ ബി എന്ന പേര്, ചിലപ്പോൾ സി എന്ന പേര്, സ്മോൾ എ എന്ന പേര്, അങ്ങനെയൊക്കെ കൊടുക്കാം. ഇത് വെക്ടർ ആണെന്ന് കാണിക്കാൻ വേണ്ടി നമ്മൾ മുകളിൽ ഒരു കുഞ്ഞ് ആരോ ഇവിടെ കാണിച്ചിരിക്കും. ഇതാണ് ഗ്രാഫിക്കൽ മെത്തേഡ് ഓഫ് റെപ്രസെന്റിങ് വെക്ടർ. ഇനി നമുക്ക് നോക്കുന്ന ഗ്രാഫിക്കൽ ഫോമിൽ അല്ലാതെ നമ്മൾ എഴുതുമ്പോൾ എങ്ങനെയാണ് വെക്ടറിനെ നമ്മൾ എഴുതുമ്പോൾ എങ്ങനെയാണ്, അല്ലെങ്കിൽ പ്രിന്റ് ചെയ്യുമ്പോൾ എങ്ങനെയാണെന്നുള്ളത്. അപ്പോൾ ഇൻ ഹാൻഡ് റൈറ്റിംഗിലാണെന്നുണ്ടെങ്കിൽ നമുക്ക് എന്തെന്ന് ഇപ്പോൾ അറിയാം. ഹാൻഡ് റിട്ടൺ ആണെന്നുണ്ടെങ്കിൽ നമ്മളൊരു വെക്ടറിന് എ എന്ന് പറയുന്ന ഒരു വെക്ടർ ഉണ്ടെങ്കിൽ അതിന്റെ ഫ്രണ്ടിൽ നമ്മുടെ മുകളിലായിട്ട് ഒരു ആരോ കാണിച്ചിരിക്കും. ഇതാണ് ഹാൻഡ് റിട്ടൺ ഫോമിൽ വെക്ടർ. ഇത് വെക്ടർ എ എന്ന് വായിക്കും. ഇത് വെക്ടർ എ. ആൽഫബറ്റ് ഏത് വേണമെങ്കിലും ഉപയോഗിക്കാം. ഇനിയിപ്പോൾ വേണമെന്നുണ്ടെങ്കിൽ ഇങ്ങനെ ഒരു വെക്ടറിനെ വരച്ചിട്ട് ഇവിടെ എയും ഇവിടെ ബിയും ആണെന്നുണ്ടെങ്കിൽ വെക്ടർ എ ബി കൊടുക്കാം, തെറ്റല്ല. ഇനിയിപ്പോൾ നമ്മൾ ഇങ്ങനെ ഒരു വെക്ടർ വരച്ചു കഴിഞ്ഞാൽ ഇത് എയും ഇത് ബിയും ആണെന്നുണ്ടെങ്കിൽ ഇതിനെ നമുക്ക് എന്തെന്ന് കൊടുക്കാം? വെക്ടർ എ ബി എന്ന് കൊടുക്കാം. പക്ഷേ ഇത് വെക്ടർ ഇവിടെ തുടങ്ങുന്നു, ബിയിൽ നിന്ന് തുടങ്ങി എയിലേക്ക് വരുന്നു. ഇപ്പോൾ നമ്മൾ ഇതിനെ വെക്ടർ ബി എ എന്ന് വിളിക്കുന്നു. ബി എ എന്ന് വിളിച്ചു കഴിഞ്ഞാലും നിങ്ങളിപ്പോൾ എ ബി എന്ന് വിളിച്ചു കഴിഞ്ഞാൽ തെറ്റൊന്നും പറയാൻ പറ്റില്ല കേട്ടോ, മാർക്കൊന്നും പോകത്തില്ല. പക്ഷേ ഇവിടെ നിന്ന് തുടങ്ങി ഇങ്ങോട്ട് വരുന്നതുകൊണ്ട് ബി എ എന്ന് വായിക്കുക, അതാണ് കറക്റ്റ് ആയിട്ടുള്ള മെത്തേഡ്. ഇനിയിപ്പോൾ ഈ ആരോ റൈറ്റ് സൈഡിലേക്കാണോ കൊടുക്കുന്നത്, ലെഫ്റ്റ് സൈഡിലേക്കാണോ കൊടുക്കുന്നത്? ബി എ എന്ന് പറയുന്ന വെക്ടറിനെ നമ്മൾ വരച്ചു, വെക്ടർ ബി. ഇതിൽ ഏതാണ് ശരി? ഇപ്പോൾ നമ്മൾ എഴുതുന്ന ഇന്ത്യൻ മെത്തേഡ് ഉപയോഗിച്ചുകൊണ്ട് നമ്മൾ എഴുതുന്ന ഇംഗ്ലീഷ് ആയാലും മലയാളം ആയാലും ഹിന്ദി ആയാലും ലെഫ്റ്റിൽ നിന്നും റൈറ്റിലേക്കാണ് നമ്മൾ എഴുതി പോകുന്നത്. അങ്ങനെ ലെഫ്റ്റിൽ നിന്ന് റൈറ്റിലേക്ക് എഴുതി പോകുന്നത് പ്രകാരം വെക്ടറിന് എങ്ങോട്ട് ഏത് ഡയറക്ഷനിൽ പോകുന്ന വെക്ടർ ആയാലും വെക്ടർ ആണെന്ന് കാണിക്കാൻ നമ്മൾ ഇത് മാത്രമേ ഉപയോഗിക്കാറുള്ളൂ. ലെഫ്റ്റ് സൈഡിലേക്കുള്ള ആരോ ഉപയോഗിക്കാറുണ്ട്, തെറ്റാണ്. അപ്പം നമ്മൾ എന്താണ്? ഇത് വെക്ടർ എ ബി, ഇതെന്താണ്? വെക്ടർ ബി എ. ബി എ നമ്മൾ എങ്ങനെ കാണിക്കും? ആരോ വലതോട്ട് മാത്രമേ കാണിക്കത്തുള്ളൂ. ഓക്കെ. അപ്പോൾ വേണമെന്നുണ്ടെങ്കിൽ വെക്ടറിന് ഇങ്ങനെ സ്റ്റാർട്ടിംഗ് പോയിന്റും എൻഡിങ് പോയിന്റും വെച്ചിട്ട് നമുക്ക് എ ബി എന്ന് പേര് കൊടുക്കാം. അല്ലെങ്കിൽ സിമ്പിളായി എന്തെന്ന് പേര് കൊടുക്കാം? ഒറ്റ പേരും കൊടുക്കാം, വെക്ടർ എ. ഇതാണ് വെക്ടർ എ. അങ്ങനെയും കൊടുക്കാം. അപ്പോൾ ഗ്രാഫിക്കൽ മെത്തേഡ് പഠിക്കും. അപ്പോൾ നമ്മളിപ്പോൾ എന്താ പറയുക? ഹാൻഡ് റിട്ടൺ ഫോം ആണ് അല്ലേ. ഹാൻഡ് റിട്ടൺ ഫോമിൽ ക്യാപിറ്റൽ ലെറ്ററോ സ്മോൾ ലെറ്ററോ ആയിട്ടുള്ള ആൽഫബറ്റ് ഉപയോഗിച്ചുകൊണ്ട് റൈറ്റ് സൈഡിലേക്ക് കാണിക്കുന്ന ഒരു കുഞ്ഞ് ആരോ ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് ആരോ റെപ്രസെൻറ്റ് ചെയ്യാൻ പറ്റും, വെക്ടറിനെ റെപ്രസെൻറ്റ് ചെയ്യാൻ പറ്റും. ഇനിയിപ്പോൾ പ്രിൻറ്റിങ്ങിന് പോകുന്ന സമയത്ത്, പ്രിൻറ്റിങ്ങിലൊക്കെ ചെയ്യുമ്പോൾ കമ്പ്യൂട്ടറൊക്കെ അറിയുന്ന ആൾക്കാർക്ക് അറിയായിരിക്കും എ എഴുതിയതിന് ശേഷം അതിൻ്റെ മണ്ടയിൽ വര ഇടാനൊക്കെ കുറച്ച് ബുദ്ധിമുട്ടാണ്. അപ്പോൾ പ്രിൻറ്റിങ്ങിലാണെന്നുണ്ടെങ്കിൽ സാധാരണഗതിയിൽ പ്രിൻറ്റിങ്ങിൽ, ഇതും പ്രിൻറ്റിങ്ങിൽ ഉപയോഗിക്കുന്നുണ്ട് കേട്ടോ, എങ്കിലും സാധാരണഗതിയിൽ പ്രിൻറ്റിങ്ങിൽ ഉപയോഗിക്കുന്നത് ബോൾഡ് ലെറ്റർ ആൽഫബറ്റ്സ് ഉപയോഗിക്കും, കട്ടിയുള്ള ആൽഫബറ്റ്സ് ഉപയോഗിക്കും. ഇത് വെക്ടർ എ എന്നാണ്. ഇത് സ്മോൾ ലെറ്റർ ആണെങ്കിലും അത് ബോൾഡ് ആയിട്ട് ഉപയോഗിച്ചിരിക്കുന്നു. അപ്പോൾ ബോൾഡ് ആയിട്ടുള്ള ആൽഫബറ്റ് കാണിച്ചിട്ടുണ്ടെങ്കിൽ അതിനെ റെപ്രസെൻറ്റ് ചെയ്യുന്നത് വെക്ടർ എന്ന് സൂചിപ്പിക്കുന്നു. 3 പഠിച്ചു അല്ലേ. ഗ്രാഫിക്കൽ ഫോം പഠിച്ചു. ഗ്രാഫിക്കൽ ഫോം എന്ന് വെച്ചാൽ എന്താണ്? സ്ട്രെയിറ്റ് ലൈൻ വിത്ത് ആൻ ആരോ ഹെഡ്, വെക്ടർ ആണ്. ഹാൻഡ് റിട്ടൺ ആണെന്നുണ്ടെങ്കിൽ ആൽഫബറ്റിന്റെ മണ്ടയിൽ കുഞ്ഞു വര ഇട്ടിരിക്കും. പ്രിന്റിംഗ് ആണെന്നുണ്ടെങ്കിൽ ബോൾഡ് ലെറ്റർ ഉപയോഗിച്ചുകൊണ്ട് കാണിക്കുന്നു. ഓക്കെ. ഇനി ഓർമ്മിക്കേണ്ട ഒരു കുഞ്ഞു കാര്യം, മനസ്സിൽ വെച്ചേക്കേണ്ട ഒരു കുഞ്ഞു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ഗ്രാഫിക്കൽ മെത്തേഡിൽ എന്ത് പഠിച്ചു? ഇത് വെക്ടർ ആണെന്ന് പഠിച്ചല്ലേ. ഇത് അതിന്റെ ഹെഡ് ഓഫ് വെക്ടർ, ഹെഡ് ഓഫ് ദി വെക്ടർ, വെക്ടറിന്റെ തലഭാഗം.
ഇതെന്തായിരിക്കും? ഹെഡിന് ഓപ്പോസിറ്റ് ടെയിൽ അല്ലേ? ടെയിൽ ഓഫ് ദി വെക്ടർ. ഒരു വെക്ടറിന് ഒരു ഹെഡും കാണും, ഒരു ടെയിലും കാണും. ഓർമ്മിച്ച് വെച്ചിരിക്കുക. നമ്മൾ 3 കാര്യങ്ങളാണ് പഠിച്ചത്, 3ഉം പുറത്തു വയ്ക്കുക. ഇനി നോക്കേണ്ടത് ടൈപ്സ് ഓഫ് വെക്ടേഴ്സ് ആണ്. കുറച്ച് ഡെഫിനിഷൻസ് ആണ് നമുക്കിവിടെ പഠിക്കാനായിട്ടുള്ളത്. ആദ്യം പഠിക്കുന്ന ഒന്നാമതായിട്ട് പഠിക്കുന്ന ഈക്വൽ വെക്ടേഴ്സ്. പേരിൽ നിന്ന് തന്നെ കിട്ടുമല്ലോ എന്താണ് ഈക്വൽ വെക്ടേഴ്സ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഒന്നിൽ കൂടുതൽ വെക്ടേഴ്സ് ഈക്വൽ വെക്ടേഴ്സ് ആണെന്ന് എപ്പോൾ പറയാൻ പറ്റും? വെക്ടറിനാണെന്നുണ്ടെങ്കിൽ ആര് കാണും? മാഗ്നിറ്റ്യൂഡും കാണും, ഡയറക്ഷനും കാണും. തുല്യ മാഗ്നിറ്റ്യൂഡും തുല്യ ഡയറക്ഷനുമുള്ള വ്യത്യസ്ത വെക്ടേഴ്സിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് ഈക്വൽ വെക്ടേഴ്സ്. ഇതെല്ലാം ഈക്വൽ വെക്ടേഴ്സ് ആണ്. എന്താ നമ്മൾ ഈക്വൽ വെക്ടേഴ്സ് എന്ന് പറഞ്ഞത്? എല്ലാ വെക്ടറിന്റെയും ലെങ്ത് സെയിം ആണ്. ആ എല്ലാ വെക്ടേഴ്സും പോകുന്ന ഡയറക്ഷനും എന്ത് തന്നെയാണ്? സെയിം തന്നെയാണ്. അങ്ങനെയുള്ള വെക്ടേഴ്സിനെ വിളിക്കുന്ന പേരാണ് ഈക്വൽ വെക്ടേഴ്സ്. ദ വെക്ടേഴ്സ് വിച്ച് ആർ ഐഡന്റിക്കൽ ഇൻ മാഗ്നിറ്റ്യൂഡ് ആൻഡ് ഡയറക്ഷൻ. മാഗ്നിറ്റ്യൂഡ് വൈസും ഡയറക്ഷൻ വൈസും ഐഡന്റിക്കൽ ആയിട്ടുള്ള വെക്ടേഴ്സിനെ വിളിക്കുന്ന പേര് ഈക്വൽ വെക്ടേഴ്സ്. ഒരു കുഞ്ഞു കാര്യം കൂടെ പറഞ്ഞുതരാം. ഡെഫിനിഷൻ പ്രകാരം നമുക്ക് ഇത് മാത്രം മതി. ഇനി ഈക്വൽ വെക്ടേഴ്സിനെ കുറിച്ചൊരു കാര്യം കൂടി. ഇതൊരു വെക്ടറാണ്, ഇതൊരു വെക്ടറാണ്, ഇതൊരു വെക്ടറാണ്. ഇതെല്ലാം ഈക്വൽ വെക്ടേഴ്സ് ആണ്. ശരിയല്ലേ? കുറച്ചൊരു നീളം വേണം അല്ലേ? ഇതെല്ലാം ഈക്വൽ വെക്ടേഴ്സ് ആണ്. ഈക്വൽ വെക്ടറിനെ ഞാൻ ഒരു ഹൊറിസോണ്ടൽ ലൈനോ ഒരു വെർട്ടിക്കൽ ലൈനോ ഉപയോഗിക്കുന്നു. ഈ ഒരു ലൈനുമായിട്ട് എല്ലാ വെക്ടേഴ്സ് ഉണ്ടാക്കുന്ന ആംഗിളും സെയിം തന്നെ ആയിരിക്കും. ഇതൊരു ഹൊറിസോണ്ടൽ ലൈനാണ്, അല്ലെങ്കിൽ ഇതൊരു ഫിക്സഡ് ലൈനാണ്. ചിലപ്പോൾ ഇങ്ങനെ ഇരിക്കാം, ചിലപ്പോൾ എങ്ങനെയെങ്കിലും ഇരിക്കാം. പക്ഷെ ഇത് ലൈനിന്റെ ഓറിയന്റേഷൻ മാറില്ല. ഇങ്ങനെ ഇരുന്നാൽ എല്ലായിടത്ത് പോയാലും ഇത് ഇങ്ങനെയാണ് ഇരിക്കും. അങ്ങനെയുള്ളൊരു ലൈൻ എല്ലാ ഈക്വൽ വെക്ടേഴ്സുമായിട്ട് ഉണ്ടാക്കുന്ന ആംഗിളും തുല്യം തന്നെ ആയിരിക്കും. വേണമെങ്കിൽ ഇങ്ങനെ എടുക്കാം നമുക്ക്. ഇതും ആംഗിൾ സെയിം ആണ്, ഇത് ആംഗിൾ സെയിം ആണ്, ഇത് ആംഗിൾ സെയിം ആണ്, ഇത് സെയിം ആണ്, ഇത് സെയിം ആണ്. ഓർത്ത് വെച്ചേക്കുക. അപ്പൊ എന്താണ് ഈക്വൽ വെക്ടേഴ്സ്? ദ വെക്ടേഴ്സ് വിച്ച് ആർ ഐഡന്റിക്കൽ ഇൻ മാഗ്നിറ്റ്യൂഡ് ആൻഡ് ഡയറക്ഷൻ. ഐഡന്റിക്കൽ മാഗ്നിറ്റ്യൂഡ് വൈസും ഡയറക്ഷൻ വൈസും ഐഡന്റിക്കൽ ആയിട്ടുള്ള വെക്ടേഴ്സിനെ വിളിക്കുന്ന പേര് ഈക്വൽ വെക്ടേഴ്സ്. ഡെഫിനിഷൻ ചോദിക്കുന്നതാണ് ടൈപ്സ് ഓഫ് വെക്ടേഴ്സിന്റെ. ഓർത്ത് വെച്ചേക്കുക. അടുത്ത എന്താ ചോദിച്ചിട്ടുള്ളത്? കോപ്ലാനാർ വെക്ടേഴ്സ്. കോപ്ലാനാർ വെക്ടേഴ്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരുമിച്ച് ഒരു പ്ലെയിനിൽ, അതാണ് കോപ്ലാനാർ. സെയിം പ്ലെയിൻ എന്ന് ഉദ്ദേശിക്കുന്നു. ഒരേ പ്ലെയിനിൽ സ്ഥിതി ചെയ്യുന്ന വെക്ടേഴ്സിനെ വിളിക്കുന്ന പേരാണ് കോപ്ലാനാർ വെക്ടേഴ്സ്. അതിന്റെ ഡയറക്ഷനെ കുറിച്ചോ മാഗ്നിറ്റ്യൂഡിനെ കുറിച്ചോ ഒന്നും പറയുന്നില്ല. നിങ്ങളുടെ കയ്യിൽ ഒരു ബാസ്ക്കറ്റിനകത്ത് കുറച്ച് വെക്ടേഴ്സിന് ഇട്ട് തന്നിട്ടുണ്ട്. എല്ലാം വെക്ടേഴ്സ് ആണ്. ആ വെക്ടേഴ്സിനെ എല്ലാം നിങ്ങൾ എടുത്ത് ഒരു പ്ലെയിനിൽ ഒരു മേശയുടെ പുറത്ത് വയ്ക്കുന്നു. ഒരു വെക്ടർ ഇങ്ങനെ, ഒരു വെക്ടർ ഇങ്ങനെ, ഒരു വെക്ടർ ഇങ്ങനെ, ഒരു വെക്ടർ ഇങ്ങനെ, ഒരു വലിയ വെക്ടർ ഇങ്ങനെ, ഒരു വെക്ടർ ഇങ്ങനെ, കുഞ്ഞു വെക്ടർ ഇങ്ങനെ. ഇങ്ങനെ എല്ലാം നിങ്ങൾ എടുത്തൊരു മേശയുടെ മുകളിൽ വയ്ക്കുന്നു. അപ്പോൾ എന്ത് മനസ്സിലാവും? ആ എല്ലാ വെക്ടേഴ്സും ഇരിക്കുന്ന ഒരു പ്ലെയിനിലാണ്, മേശ എന്ന പ്ലെയിനിലാണ്. അങ്ങനെയെങ്കിൽ ആ വെക്ടേഴ്സിനെ അപ്പോൾ വിളിക്കുന്ന പേരാണ് കോപ്ലാനാർ വെക്ടേഴ്സ്. അപ്പൊ എന്താണ് കോപ്ലാനാർ വെക്ടേഴ്സ്? ഒരു പ്ലെയിനിൽ സ്ഥിതി ചെയ്യുന്ന വെക്ടേഴ്സിനെ എല്ലാം നിങ്ങളെ ചേർത്ത് വിളിക്കുന്ന പേരാണ് കോപ്ലാനാർ വെക്ടേഴ്സ്. വെക്ടേഴ്സ് which lie on the same plane are called a coplanar vector. എന്താണ്? വെക്ടേഴ്സ് വിച്ച് ലൈ ഓൺ എ സെയിം പ്ലെയിൻ ആർ കോൾഡ് കോപ്ലാനാർ വെക്ടേഴ്സ്. ഓക്കെ, അപ്പൊ രണ്ട് ഡെഫിനിഷൻ കിട്ടി. ഈക്വൽ വെക്ടർ എന്താണെന്ന്, കോപ്ലാനാർ വെക്ടർ എന്താണെന്ന്. അടുത്ത് നോക്കേണ്ട പൊസിഷൻ വെക്ടർ. കുറച്ച് പ്രാധാന്യമുള്ളതാണ്. നമ്മൾ മുന്നോട്ട് പോകുമ്പോൾ എല്ലാ സാഹചര്യങ്ങളിലും പൊസിഷൻ വെക്ടർ എന്ന് പറഞ്ഞ് പഠിക്കുന്നതാണ്. പൊസിഷൻ വെക്ടർ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് കോർഡിനേറ്റ് സിസ്റ്റം അറിയാം അല്ലേ? എക്സ് വൈ സെഡ് കോർഡിനേറ്റ് സിസ്റ്റം. എക്സ് ഇത് വൈ, ഇങ്ങോട്ടൊക്കെ ആക്സിസ് ഒക്കെ പോകും, ഇസഡ് ആക്സിസും എല്ലാം ഉണ്ട്. ഈ ഒരു ആക്സിസിൽ നമ്മളൊരു പോയിന്റിനെ റെപ്രസെന്റ് ചെയ്ത് കഴിഞ്ഞാൽ, പി എന്ന് പറയുന്ന പോയിന്റിനെ റെപ്രസെന്റ് ചെയ്ത് കഴിഞ്ഞാൽ, ഒറിജിനിൽ നിന്നും എത്ര അകലെയാണ് ആ പോയിന്റ് എന്നും ഏത് ഡയറക്ഷനിലാണ് ആ പോയിന്റ് നിൽക്കുന്നതും എന്നും കാണിക്കാൻ വേണ്ടിയിട്ട് ഒറിജിനിൽ നിന്നും ആ പോയിന്റ് വരെ നമ്മളൊരു വെക്ടറിനെ വരച്ചു കഴിഞ്ഞാൽ ആ വെക്ടറിനെ വിളിക്കുന്ന പേര് പൊസിഷൻ വെക്ടർ. പൊസിഷൻ വെക്ടർ എന്ന് പറഞ്ഞാൽ എന്താണ്? എ വെക്ടർ റെപ്രസെന്റിങ് ദ പൊസിഷൻ വിത്ത് റെസ്പെക്ട് ടു ദ ഒറിജിൻ. ഒരു പോയിന്റിന്റെ അല്ലെങ്കിൽ ഒരു ഒബ്ജക്റ്റിന്റെ പൊസിഷൻ ഒറിജിനുമായി റെസ്പെക്ട് ചെയ്ത് ഒറിജിന്റെ അടിസ്ഥാനത്തിൽ എത്രയാണെന്ന് പറഞ്ഞു തരുന്ന വെക്ടറിനെ വിളിക്കുന്ന പേരാണ് പൊസിഷൻ വെക്ടർ എന്ന് പറയുന്നത്. അപ്പോൾ നോക്കാം നമുക്ക് ഒന്നുകൂടെ പൊസിഷൻ വെക്ടർ. നമുക്കതാ ആക്സിസ് വരികയാണ്. ഏതൊക്കെ ആക്സിസ് ആണെന്ന് നമുക്കറിയാം, ഞാൻ ഇനി വരയ്ക്കുന്നില്ല. ഇവിടെ ഒരു പോയിന്റ് ഉണ്ടെങ്കിൽ ഇതിന്റെ പൊസിഷൻ വെക്ടർ എന്ന് പറഞ്ഞാൽ ഏതായിരിക്കും? ഇതായിരിക്കും. ഒറിജിനിൽ നിന്നും എത്ര നിൽക്കുന്നു, ഒറിജിനിൽ നിന്നും ഇത്ര ഡിസ്റ്റൻസ് മാറി നിൽക്കുന്നു, അതാണ് പൊസിഷൻ വെക്ടർ. ഇവിടെ ഒരു പോയിന്റ് ഉണ്ടെങ്കിൽ ഇതിന്റെ പൊസിഷൻ വെക്ടർ എന്താണ്? ഒറിജിനിൽ നിന്നും എത്ര മാറി നിൽക്കുന്നു, ഇതാണ് ഇതിന്റെ പൊസിഷൻ വെക്ടർ എന്ന് വെച്ച് കഴിഞ്ഞാൽ. ഓക്കെ, അപ്പൊ എന്താണ് പൊസിഷൻ വെക്ടർ എന്ന് വെച്ചാൽ എ വെക്ടർ റെപ്രസെന്റിങ് ദ പൊസിഷൻ വിത്ത് റെസ്പെക്ട് ടു ദ ഒറിജിൻ. ഒറിജിൻ റെസ്പെക്ട് ചെയ്തുകൊണ്ട് വെക്ടറിനെ വരച്ചാൽ അതാണ് പൊസിഷൻ വെക്ടർ എന്ന് പറയുന്നത്. ഇനിയിപ്പോ
ഡെഫിനിഷൻ ഇതാണ് പഠിച്ചു വെക്കേണ്ടത്. എങ്കിലൊരു കാര്യം ചോദിക്കുന്നു, അറിവിന് വേണ്ടിയാണ്. ഇവിടെ ഒരു പോയിന്റ് എടുത്തു, ഇത് വെക്ടർ പി ആണ്, സോറി പി എന്ന് പറയുന്ന പോയിന്റ് ആണെന്ന് വിചാരിക്കാം. ബോർഡിൽ കാണത്തില്ലല്ലേ, ലെഫ്റ്റ് സൈഡിൽ വായിക്കാം. ഇത് പോയിന്റ് പി ആണെന്ന് എടുത്തു. ഈ പോയിന്റ് പിയിൽ നിന്ന് ദാ ഇവിടെ നിന്ന് ഒരു വെക്ടറിനെ ഞാൻ വരച്ചു. ഈസ് ദിസ് എ പൊസിഷൻ വെക്ടർ? ഇതൊരു പൊസിഷൻ വെക്ടർ ആണോ? അല്ല. എന്തറിയാം നമുക്ക്, ഒറിജിനൽ തുടങ്ങിയാലാണ് പൊസിഷൻ വെക്ടർ ആവുന്നത്. ഇത് ഒരിക്കലും ഒരു പൊസിഷൻ വെക്ടർ ആകില്ലേ എന്ന് ചോദിച്ചാൽ ആവും. ഞാൻ ഇതിനെ എനിക്കൊരു ആർബിറ്റററി ഒറിജിനായി സങ്കല്പിക്കുന്നു. എനിക്ക് താൽക്കാലികമായി ഞാൻ ഈ ഒരു പോയിന്റിനെ ഒറിജിനായി എടുക്കുന്നു. ശരിയല്ലേ? നമ്മൾ എന്താണ് സ്ട്രെയിറ്റ് ലൈൻ പഠിച്ചപ്പോൾ നമ്മൾ പഠിച്ചല്ലേ, ഒരു വസ്തു നമ്മൾ സ്റ്റാർട്ട് ചെയ്ത് പോകുന്ന സ്ഥലം നമ്മൾ x0 എന്ന് എടുത്തു. അത് നമ്മൾ t=0 എന്ന പൊസിഷനൊക്കെ നമ്മൾ സങ്കല്പിച്ചിട്ടുണ്ട് അല്ലേ, ഇനിഷ്യൽ പൊസിഷൻ ആണെന്നൊക്കെ പറഞ്ഞ് സങ്കല്പിച്ചിട്ടുണ്ട്. അവിടെ നമ്മൾ അത് എന്തായി എടുത്തേക്കാണ്? ഒറിജിനായി എടുത്തേക്കാണ്. സത്യത്തിൽ അത് ആ ഗ്രാഫിന്റെ ഒറിജിൻ ആണോ? അല്ല. ചിലപ്പോൾ ഗ്രാഫ് ഇങ്ങനെ ആയിരിക്കും ഇരിക്കുന്നത്, ഇവിടെ നിന്നായിരിക്കും അവസ്ഥ തുടങ്ങി പോയേക്കുന്നത്. പക്ഷെ നമ്മൾ ഇവിടെ എന്തായിട്ട് എടുത്തു? ആ സമയത്ത് നമ്മുടെ സൗകര്യത്തിന് വേണ്ടി ഇതിനെ ഒറിജിനായി എടുത്തു. അതുപോലെ നമ്മുടെ സൗകര്യാർത്ഥം വേണമെന്നുണ്ടെങ്കിൽ ഈ ഒരു പോയിന്റിനെ നമുക്ക് ഒറിജിനായി എടുക്കാം. അങ്ങനെ എടുത്തു കഴിഞ്ഞാൽ ഇതിനെ എനിക്ക് എന്തെന്ന് വിളിക്കാം? പൊസിഷൻ വെക്ടർ എന്നും വിളിക്കാം. പക്ഷേ മനസ്സിലാക്കുക, പൊസിഷൻ വെക്ടറിന്റെ ഡെഫിനിഷൻ എന്താ പറയുന്നത്? ഒരു വസ്തുവിന്റെ പൊസിഷൻ ഒറിജിനുമായി റെസ്പെക്ട് ചെയ്ത് വരച്ചു കഴിഞ്ഞാൽ അവനെ വിളിക്കുന്ന പേര് പൊസിഷൻ വെക്ടർ. മറ്റത് പറഞ്ഞത് ഒരു അറിവിന് വേണ്ടിയാണ്. ഡൗട്ടായിട്ട് തോന്നുന്നെങ്കിൽ അതങ്ങ് വിട്ടേക്കുക. ഈ ഡെഫിനിഷൻ മാത്രം പഠിച്ചു വെച്ചേക്കുക. അടുത്ത പറയുന്നത് നെഗറ്റീവ് വെക്ടർ. നെഗറ്റീവ് വെക്ടർ പേരിൽ നിന്ന് തന്നെ മനസ്സിലാക്കാൻ പറ്റണം. ഒരു വെക്ടർ ഉണ്ട്, ഇത് എ എന്ന ടെയിലിലെ പോയിന്റും ഇത് ബി എന്ന ഹെഡിലെ പോയിന്റും ഞാൻ വരച്ചു. അതിന്റെ നെഗറ്റീവ് വെക്ടർ എന്ന് വെച്ചാൽ പ്രത്യേകിച്ച് ഒന്നുമില്ല, അതേ ഡയറക്ഷനിൽ തിരിച്ചു വരുന്ന വെക്ടർ. ഇത് എ ആയിരിക്കും, ഇത് ബി ആയിരിക്കും. എന്ത് മനസ്സിലാക്കണം? സെയിം മാഗ്നിറ്റ്യൂഡും ഓപ്പോസിറ്റ് ഡയറക്ഷനുമുള്ള വെക്ടേഴ്സിനെ വിളിക്കുന്ന പേര് നെഗറ്റീവ് വെക്ടേഴ്സ്. അപ്പോൾ ഈ വെക്ടറിന്റെ വേറൊരു പേര് എന്തായിരിക്കും? ഓപ്പോസിറ്റ് വെക്ടർ. ഓപ്പോസിറ്റ് വെക്ടേഴ്സ് എന്ന് പറഞ്ഞാലും നെഗറ്റീവ് വെക്ടേഴ്സ് ഉദ്ദേശിച്ചാലും സെയിം തന്നെയാണ് മീൻ ചെയ്യുന്നത്. അപ്പൊ എന്താണ് നെഗറ്റീവ് വെക്ടർ? വെക്ടേഴ്സ് വിച്ച് ഹാവ് സെയിം മാഗ്നിറ്റ്യൂഡ് ആൻഡ് ഓപ്പോസിറ്റ് ഡയറക്ഷൻ. സെയിം മാഗ്നിറ്റ്യൂഡും ഓപ്പോസിറ്റ് ഡയറക്ഷനുമുള്ള വെക്ടേഴ്സിനെ വിളിക്കുന്ന പേര് നെഗറ്റീവ് വെക്ടേഴ്സ്. ഇതൊരു വെക്ടറാണ്. അതിന്റെ ഓപ്പോസിറ്റ് വെക്ടർ അല്ലെങ്കിൽ നെഗറ്റീവ് വെക്ടർ എന്തായിരിക്കും? ഇതായിരിക്കും. നേരെ തിരിച്ചു വരുന്ന വെക്ടർ സെയിം മാഗ്നിറ്റ്യൂഡും ആയിരിക്കും. അത്ര മാത്രമേ ഉള്ളൂ നെഗറ്റീവ് വെക്ടർ എന്ന് വെച്ച് കഴിഞ്ഞാൽ. അടുത്ത പറയുന്നത് എന്താണ്? മോഡുലസ് ഓഫ് വെക്ടർ. മോഡുലസ് ഓഫ് വെക്ടർ എന്ന് വെച്ച് കഴിഞ്ഞാൽ എത്രയാണ് അതിന്റെ അളവ്, അതിന്റെ മാഗ്നിറ്റ്യൂഡ് എത്രയാണെന്ന്, ഒരു വെക്ടറിന്റെ മാഗ്നിറ്റ്യൂഡ് എത്രയാണെന്ന് പറഞ്ഞു തരുന്നതിന് വിളിക്കുന്ന പേരാണ് മോഡുലസ് ഓഫ് വെക്ടർ എന്ന് പറയുന്നത്. ഉദാഹരണത്തിന് നേരത്തെ നമ്മളെടുത്ത എക്സാമ്പിൾ, എൻ്റെ പേന എടുത്തു, പേനയിലേക്ക് ഫോഴ്സ് തരണം. അപ്പോൾ ഞാൻ പറയുന്നു ഈ പേനയിലേക്ക് ഇതാ അങ്ങോട്ടാണ് ഫോഴ്സ് കൊടുക്കേണ്ടത്, ഇങ്ങോട്ടാണ് ഫോഴ്സ് കൊടുക്കാനുള്ളത് ഞാൻ പറഞ്ഞു. അപ്പോൾ ഇങ്ങനെയാണെന്നുണ്ടെങ്കിൽ അപ്പോൾ ഞാൻ നിങ്ങളുടെ അടുത്ത് പറഞ്ഞു ഈ പേനയിലേക്ക് ഫോഴ്സ് കൊടുക്കണം, അത് ഇന്ന ഡയറക്ഷനിലാണ് ഫോഴ്സ് കൊടുക്കേണ്ടതെന്ന് പറഞ്ഞു. ഇതിന് ശേഷം നിങ്ങൾ എൻ്റെ അടുത്തുനിന്ന് പോയി വേറൊരു സ്ഥലത്തേക്ക് ചെന്നു, അല്ലെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിൻ്റെ അടുത്തേക്ക് ചെല്ലുമ്പോൾ എന്ത് ചോദിച്ചു? പറയും എൻ്റെ അടുത്ത് സാറിൻ്റെ പേനയിലേക്ക് ഒരു ഫോഴ്സ് കൊടുക്കാൻ പറഞ്ഞിരുന്നു എന്ന് പറയും. അപ്പോൾ ഫ്രണ്ട്സ് ചോദിക്കും നീ എത്ര ഫോഴ്സ് കൊടുത്തു? എത്ര ഫോഴ്സ് കൊടുത്തു എന്ന് ചോദിക്കുന്നതാണ് അതിൻ്റെ മാഗ്നിറ്റ്യൂഡ്. അതിന് വിളിക്കുന്ന പേരാണ് മോഡുലസ് ഓഫ് വെക്ടർ. ഒരു വെക്ടറിന്റെ മാഗ്നിറ്റ്യൂഡ് എത്രയാണ്, അല്ലെങ്കിൽ ആ വെക്ടറിന്റെ അളവ് എത്രയാണ്, അതിന്റെ സൈസ് എത്രയാണ് എന്ന് കാണിച്ചു തരുന്നതിന് വിളിക്കുന്ന പേരാണ് മോഡുലസ് ഓഫ് വെക്ടർ. ഇപ്പൊ നമ്മളൊരു വാഹനം തള്ളുകയാണ്, സ്റ്റാർട്ട് ആവാതെ കിടന്ന് ബ്രേക്ക് ഡൗൺ ആയി കിടന്ന വാഹനം നമ്മൾ തള്ളുകയാണ്. അപ്പൊ ഇത് തള്ളുന്നത് ചിലപ്പോൾ നോർത്ത് ഡയറക്ഷനിലേക്കായിരിക്കും, സൗത്ത് ഡയറക്ഷനിലേക്കായിരിക്കും, അങ്ങനെയൊക്കെ ആയിരിക്കും ചെയ്യുന്നത്. പക്ഷെ ഇതിന് ശേഷം വാഹനം എല്ലാം തള്ളി സ്റ്റാർട്ടാക്കിയതിന് ശേഷം നമ്മൾ ചെല്ലുമ്പോൾ ഒരാൾ ചോദിക്കും നീ എത്രത്തോളം ഫോഴ്സ് കൊടുത്തതാ വാഹനം തള്ളാൻ? അപ്പൊ നമ്മൾ എത്രത്തോളം ഫോഴ്സ് കൊടുത്തു എന്ന് പറയും. അവിടെ നമ്മൾ അതിന്റെ എന്ത് പറയാറില്ല? ഡയറക്ഷൻ പറയാറില്ല. അങ്ങനെ ഒരു വെക്ടറിന്റെ അളവ് എത്രയാണെന്ന്, അതിന്റെ മാഗ്നിറ്റ്യൂഡ് എത്രയാണെന്നുള്ളത് സൂചിപ്പിക്കുന്നതിനെ വിളിക്കുന്ന പേരാണ് മോഡുലസ് ഓഫ് വെക്ടർ എന്ന് വിളിക്കുന്നത്. മോഡുലസ് ഓഫ് വെക്ടറിനെ നമ്മൾ റെപ്രസെന്റ് ചെയ്യുന്നത്, ഇത് വെക്ടർ എ എന്ന് പറയുന്ന വെക്ടർ ആണെങ്കിൽ അതിന്റെ മോഡുലസ് എടുക്കാനായിട്ട് നമ്മൾ രണ്ട് സൈഡിൽ ലൈൻ ഇടും. ഒരു വെക്ടറിന്റെ മോഡുലസ് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് ആരെ മാത്രം കിട്ടും? അതിന്റെ മാഗ്നിറ്റ്യൂഡ് മാത്രം കിട്ടും, അവന്റെ ഡയറക്ഷൻ പിന്നെ കാണില്ല, ഡയറക്ഷൻ പോകും. അപ്പോൾ മോഡുലസ് ഓഫ് വെക്ടർ എ എന്ന് വെച്ചാൽ എന്താണ്? എ ആണ്. ഇപ്പൊ നമുക്കൊരു നമ്പറിന്റെ ഒക്കെ മോഡുലസ് എടുക്കുമ്പോൾ നമ്മൾ കണ്ടിട്ടുണ്ട് അല്ലെ, -5 എന്നുള്ളതിന്റെ മോഡുലസ് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് എന്താണ്? 5 എന്ന് മാത്രം നമുക്ക് കിട്ടുന്നു, നെഗറ്റീവ് നമ്മൾ എടുത്ത് കളയുന്നു. അത്ര മാത്രമേ ഉള്ളൂ മോഡുലസ് എന്ന് ഉദ്ദേശിക്കുന്നത്. അടുത്തത് വരുന്നത് യൂണിറ്റ് വെക്ടർ.
യൂണിറ്റ് വെക്ടർ പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ് എന്താണ് യൂണിറ്റ് വെക്ടർ എന്നുള്ളത്. യൂണിറ്റ് വെക്ടർ പറയുന്നതിനായിട്ട് കാര്യം പറയുന്നു. ഇപ്പോൾ നിങ്ങൾ വീട്ടിൽ നിന്ന് ഇറങ്ങുകയാണ്. വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോൾ അല്ലെങ്കിൽ ഒരു ഗസ്റ്റിൻ്റെ വീട്ടിൽ പോയതിനു ശേഷം ഗസ്റ്റിൻ്റെ വീട്ടിൽ നിന്ന് അടുത്തുള്ള ഒരു പാർക്കിലേക്ക് പോയി. ആ പാർക്കിലേക്ക് പോയപ്പോൾ ഒരു പക്ഷേ നിങ്ങൾ പോയിട്ടുള്ളത് ഒരു 500 മീറ്റർ ആയിരിക്കും പോയിട്ടുള്ളത്. അതിനുശേഷം നിങ്ങളുടെ ആ വീട്ടിലുള്ള ആരെങ്കിലും ചോദിക്കുന്നു, എൻ്റെ മകൻ അല്ലെങ്കിൽ എൻ്റെ മകൾ എങ്ങോട്ട് പോയി? അപ്പോൾ എന്ത് പറയും? ഒരു കൈ കൊണ്ട് ചൂണ്ടി കാണിച്ചിട്ട് ഇത് അങ്ങോട്ട് പോയി എന്ന് പറയും. അങ്ങോട്ട് എത്ര ദൂരം പോയി എന്ന് പറയാറില്ല. അല്ലെങ്കിൽ നിങ്ങളൊരു ഗ്രൗണ്ടിൽ നിന്ന് കളിച്ചുകൊണ്ട് നിൽക്കുമ്പോൾ ഒരുപക്ഷെ നിങ്ങൾ വീട്ടിൽ നിന്ന് ഗ്രൗണ്ടിലേക്ക് പോയത് അല്ലെങ്കിൽ ഒരു മരത്തിനടുത്തേക്ക് പോയത് 30 മീറ്റർ ആയിരിക്കും സഞ്ചരിച്ചത്. അപ്പോഴും നിങ്ങളുടെ അനിയനോ ചേട്ടനോ ആരെങ്കിലും വന്ന് ചോദിക്കുന്നു, എൻ്റെ അനിയൻ എങ്ങോട്ട് പോയി? അപ്പോൾ പറയും ദൂ അങ്ങോട്ട് പോയി, ചൂണ്ടിക്കാണിച്ചു കൊടുക്കും. ശരിയല്ലേ? അത് എങ്ങോട്ടാണ് പോയതെന്ന് മാത്രം കാണിക്കുന്നു, അതിൻ്റെ അളവ് കാണിക്കുന്നില്ല, ഡയറക്ഷൻ മാത്രം കാണിക്കുന്നു. ദാറ്റ് മീൻസ് യൂണിറ്റ് വെക്ടർ എന്ന് വെച്ച് കഴിഞ്ഞാൽ മാഗ്നിറ്റ്യൂഡ് 1 ആയിട്ടുള്ള ഒരു വെക്ടറിനെ വിളിക്കുന്ന പേരാണ് യൂണിറ്റ് വെക്ടർ. മാഗ്നിറ്റ്യൂഡ് 1 ആയിട്ടുള്ള ഒരു വെക്ടറിനെ വിളിക്കുന്ന പേരാണ് യൂണിറ്റ് വെക്ടർ എന്ന് പറയുന്നത്. ഉദാഹരണത്തിന് ഒരു ഫോഴ്സ് അല്ലെങ്കിൽ ഞാൻ ഒരു ഫോഴ്സ് കൊടുക്കുകയാണ്, ഇങ്ങോട്ട് 20 ന്യൂട്ടൺ ഫോഴ്സ് കൊടുക്കുന്നു. ഈ 20 ന്യൂട്ടൺ ഫോഴ്സ് കൊടുക്കുമ്പോൾ 20 എന്ന് പറയുന്നതിന്റെ മാഗ്നിറ്റ്യൂഡും അതിന്റെ ഡയറക്ഷൻ എന്ന് വെച്ചാൽ ടുവേർഡ്സ് റൈറ്റ് സൈഡുമാണ്. അതിന്റെ യൂണിറ്റ് വെക്ടർ എന്ന് ചോദിച്ചാൽ ഞാൻ എങ്ങോട്ടാ ഫോഴ്സ് കൊടുത്തത് എന്ന് കാണിക്കുന്നു. ദാറ്റ് മീൻസ് ഇങ്ങോട്ടാണ് എന്ന് കാണിക്കുന്നു. അതിനെ വിളിക്കുന്ന പേര്, എങ്ങോട്ടാണ് ആ വെക്ടറിന്റെ ഡയറക്ഷൻ എന്ന് കാണിച്ചു തരുന്ന സാധനത്തിന് വിളിക്കുന്ന പേരാണ് യൂണിറ്റ് വെക്ടർ. ഡെഫിനിഷൻ എന്താണ്? വെക്ടർ ഓഫ് മാഗ്നിറ്റ്യൂഡ് 1 മാഗ്നിറ്റ്യൂഡ് ഉള്ള ഒരു വെക്ടറിനെ വിളിക്കുന്ന പേരാണ് യൂണിറ്റ് വെക്ടർ. അതിന്റെ യൂസ് എന്താണെന്ന് നമ്മളിപ്പോൾ പറഞ്ഞു. ഇനി ഒരു വെക്ടറിന്റെ യൂണിറ്റ് വെക്ടറിനെ എങ്ങനെ കണ്ടുപിടിക്കാമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഒരു വെക്ടറിന്റെ യൂണിറ്റ് വെക്ടറിനെ എങ്ങനെ കണ്ടുപിടിക്കാമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇപ്പോൾ എ എന്ന് പറയുന്ന ഒരു വെക്ടർ ഉണ്ട്. ആ വെക്ടറിനെ അതിന്റെ മോഡുലസ് കൊണ്ട് ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ, ഒരു വെക്ടറിനെ അതിന്റെ മോഡുലസ് കൊണ്ട് ഡിവൈഡ് ചെയ്താൽ നമുക്ക് കിട്ടുന്നത് യൂണിറ്റ് വെക്ടറിനെയാണ്. യൂണിറ്റ് വെക്ടർ ഇൻ ഡയറക്ഷൻ ഓഫ് എയുടെ അതേ ഡയറക്ഷനിൽ കിട്ടുന്ന യൂണിറ്റ് വെക്ടർ. അപ്പൊ യൂണിറ്റ് വെക്ടർ ഇൻ ഡയറക്ഷൻ എ നമ്മൾ എ എന്ന് എഴുതിയിട്ട് മണ്ടയിൽ ഒരു തൊപ്പി വെച്ച് കൊടുക്കും, ക്യാപ്പ്. വിളിക്കുന്ന പേര് എ ക്യാപ്പ് എന്ന് വിളിക്കുന്നു. ഇതെന്നാണ് എ ക്യാപ്പ്. അങ്ങനെയെന്നുണ്ടെങ്കിൽ നമുക്കിപ്പോൾ എന്താ കിട്ടിയ ഇക്വേഷൻ? വെക്ടർ എ ഡിവൈഡഡ് ബൈ മോഡുലസ് ഓഫ് വെക്ടർ എ ഈസ് ഈക്വൽ ടു യൂണിറ്റ് വെക്ടർ എ ക്യാപ്പ്. അങ്ങനെയെങ്കിൽ വെക്ടർ എ നമുക്ക് എന്തെന്ന് എഴുതാം? വെക്ടർ എ ഈസ് ഈക്വൽ ടു മോഡുലസ് ഓഫ് വെക്ടർ എ ഇൻറ്റു എ ക്യാപ്പ്. അപ്പൊ എന്താണ്? ഇത് ആ വെക്ടറിന്റെ മാഗ്നിറ്റ്യൂഡ്, ഇത് അതിന്റെ ഡയറക്ഷൻ. പിടികിട്ടിക്കാണോന്ന് വിചാരിക്കുന്നു. ഒന്നുകൂടെ താഴത്തെ ലെവലിൽ ഇറങ്ങി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മളൊരു വെക്ടറിനെ ഗ്രാഫിക്കൽ മെത്തേഡിൽ എന്തുകൊണ്ടാണ് എങ്ങനെയാണ് റെപ്രസെന്റ് ചെയ്യുന്നത്? ഇങ്ങനെയാണ് റെപ്രസെന്റ് ചെയ്യുന്നത്. ശരിയല്ലേ? ഈ വെക്ടറിനെ അതിന്റെ മാഗ്നിറ്റ്യൂഡ് കൊണ്ട് ഡിവൈഡ് ചെയ്യും. ഇതാണല്ലോ മാഗ്നിറ്റ്യൂഡ്, ഇതാണ് വെക്ടർ. ഡിവൈഡ് ചെയ്ത് നമുക്ക് ആരെ കിട്ടും? ഈ ഒരു ഡയറക്ഷൻ മാത്രമല്ലേ കിട്ടത്തുള്ളൂ. ഈ ഒരു ഡയറക്ഷൻ മാത്രമായിരിക്കും കിട്ടുന്നത്. ഈ രണ്ട് ലൈൻ സെഗ്മെന്റും ഡിവൈഡ് ആയി പോയി ഒരു ഡയറക്ഷൻ എങ്ങോട്ട് പോയി എന്ന് മാത്രം കിട്ടും. ഇതാണ് യൂണിറ്റ് വെക്ടറിന്റെ ഉപയോഗം. ആ വെക്ടർ എങ്ങോട്ടാണ് ആക്ട് ചെയ്തത് എന്ന് കാണിക്കുന്നു. വേറെ ഒന്നുമില്ല. നമുക്ക് സിമ്പിളായി പറഞ്ഞു കഴിഞ്ഞാൽ ഒരു നമ്പർ ഉണ്ട്, 100 എന്ന് പറയുന്ന നമ്പർ. അതിനെ ഡിവൈഡ് ചെയ്താൽ നമുക്ക് എത്രയെന്ന് കിട്ടും? അതിന്റെ മാഗ്നിറ്റ്യൂഡ് ഡിവൈഡ് ചെയ്താൽ എത്രയെന്ന് കിട്ടും? 1 എന്ന് കിട്ടും. ഇനിയിപ്പോൾ -100 എന്ന് പറയുന്നൊരു നമ്പർ ഉണ്ട്. അതിനെ അതിന്റെ മാഗ്നിറ്റ്യൂഡ് കൊണ്ട് ഡിവൈഡ് ചെയ്താൽ എത്രയെന്ന് കിട്ടും? -100ന്റെ മാഗ്നിറ്റ്യൂഡ്. ദാറ്റ് മീൻസ് 100 ഡിവൈഡഡ് ബൈ 100, -100 ഡിവൈഡഡ് ബൈ 100. ശരിയല്ലേ? മാഗ്നിറ്റ്യൂഡ് എടുത്ത സൈൻ എന്ന് കിട്ടും. എന്ത് കിട്ടും? -1 എന്ന് കിട്ടും. എന്താ ഞാൻ ഈ നമ്പർ സിസ്റ്റം കൊണ്ട് ഉദ്ദേശിച്ചത്? 100 എന്ന് പറയുന്ന നമ്പർ എങ്ങോട്ടാ പോകുന്നത്? റൈറ്റ് സൈഡിലേക്കാണ് പോകുന്നത്. ഇല്ലേ? നമ്പർ ലൈനിൽ റൈറ്റ് സൈഡിലേക്കാണ് 100 എന്ന നമ്പർ കിടക്കുന്നത്. അതിനെ അതിന്റെ മാഗ്നിറ്റ്യൂഡ് കൊണ്ട് ഡിവൈഡ് ചെയ്താൽ എന്ത് കാണിച്ചു തരും? 1 എന്ന് കിട്ടും, +1 എന്ന് കിട്ടും. ആ +1 എന്ന് പറഞ്ഞാൽ എങ്ങോട്ടാണ്? വലത് ഭാഗത്താണ് ആ 100 എന്ന് പറയുന്ന നമ്പർ ഇരിക്കുന്നത് എന്ന് കാണിച്ചു തരുന്നു. ഇനി -100നെയാണ് അതിന്റെ മോഡുലസ് കൊണ്ട് ഡിവൈഡ് ചെയ്തെങ്കിലോ നമുക്ക് എന്ത് കിട്ടി? -1 എന്ന് കിട്ടി. അല്ലേ? ഈ -1 എന്ന് പറഞ്ഞാൽ നമ്പർ ലൈനിന്റെ എവിടെയായിരിക്കുന്നത്? ലെഫ്റ്റ് സൈഡിലേക്കാണ് ഇരിക്കുന്നത്. അപ്പൊ എന്ത് പറഞ്ഞു തരും? -100 എന്ന് പറയുന്ന നമ്പർ ലൈനിന്റെ ഇടത് ഭാഗത്തായിട്ടിരിക്കുന്നു എന്നും കാണിച്ചു തരുന്നു. പറഞ്ഞ കാര്യങ്ങളൊന്നും ഉൾക്കൊള്ളാൻ കഴിയുന്നില്ല എന്നുണ്ടെങ്കിൽ ഒറ്റ കാര്യം മാത്രം പഠിച്ചു വയ്ക്കുക. യൂണിറ്റ് വെക്ടർ എന്ന് വെച്ച് കഴിഞ്ഞാൽ വെക്ടർ ഓഫ് മാഗ്നിറ്റ്യൂഡ് 1 മാഗ്നിറ്റ്യൂഡ് ഉള്ള വെക്ടറിനെ വിളിക്കുന്ന പേര് യൂണിറ്റ് വെക്ടർ. എങ്ങനെ യൂണിറ്റ് വെക്ടറിനെ കണ്ടുപിടിക്കാമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, വെക്ടറിനെ അതിന്റെ മോഡുലസ് കൊണ്ട് ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആരെ കിട്ടുന്നു?
യൂണിറ്റ് വെക്ടറിനെ കിട്ടുന്നു. ഏഴാമതായിട്ട് പഠിക്കേണ്ടത് ഓർത്തോഗണൽ യൂണിറ്റ് വെക്ടേഴ്സ്. നമ്മുടെ കാർട്ടീഷ്യൻ സിസ്റ്റം പഠിച്ചിട്ടുള്ളതാണ്. എന്താണ് ഈ വരയ്ക്കുന്നത്? എക്സ് ആക്സിസ്, ഇത് എക്സ് ഡാഷ് ആക്സിസ്, അതിന് പെർപെൻഡിക്കുലർ ആയിട്ട് വരുന്നത് വൈ ആക്സിസ്, താഴെ വരുന്നത് വൈ ഡാഷ് ആക്സിസ്. ഇനി ബോർഡിൽ നിന്നും പുറത്തേക്ക് വരുന്ന ആക്സിസ് ഇസഡ് ആക്സിസ്. ഇങ്ങനെ വരച്ചു കഴിഞ്ഞാൽ ഇത് ഇസഡ് ആക്സിസ്, ബോർഡിൽ നിന്നും പുറത്തേക്ക് വരുന്ന ഇസഡ് ആക്സിസ് എന്നും ബോർഡിനുള്ളിലേക്ക് പോകുന്നതിനെ ഇസഡ് ഡാഷ് ആക്സിസ് എന്ന് വിളിക്കും. ഇനി ഓർത്തോഗണൽ യൂണിറ്റ് വെക്ടേഴ്സ് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ ഒരു വസ്തുവിന്റെ സ്ഥാനമെല്ലാം കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട്, ഫോർ എക്സാമ്പിൾ ഇവിടെ ഒരു ഒബ്ജക്റ്റ് ഇരിക്കുന്നു. അപ്പോൾ നമുക്ക് ഇത് എന്തെന്ന് പറയണം? സപ്പോസ് ഇതൊരു 5 സെന്റിമീറ്റർ ആണെന്ന് വിചാരിക്കാം. നമ്മൾ എന്ത് ചെയ്യും? ഈ 5 സെന്റിമീറ്റർ വൈ ആക്സിസിലാണ് എന്നൊക്കെ പറയുമ്പോൾ കുറച്ച് ബുദ്ധിമുട്ടാണ്. നമുക്ക് എഴുതുമ്പോൾ നമുക്ക് ഇറ്റ് ദ പോയിന്റ് ഈസ് പോയിന്റ് ലൈൻ ലൈസ് അറ്റ് എത്രയാണ്? 5 സെന്റിമീറ്റർ ഫ്രം വൈ ആക്സിസ് എന്നൊക്കെ പറയും നമ്മൾ എഴുതേണ്ടി വരും അല്ലേ? അതെല്ലാം മാറ്റാൻ വേണ്ടിയിട്ട് നമ്മൾ 3 യൂണിറ്റ് വെക്ടേഴ്സിനെ ഇവിടെ കൊണ്ടുവരികയാണ്. 3 യൂണിറ്റ് വെക്ടേഴ്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ യൂണിറ്റ് വെക്ടേഴ്സ് ഐ ജെ കെ. ഐ ജെ കെ എന്ന 3 യൂണിറ്റ് വെക്ടേഴ്സിനെ കൊണ്ടുവരികയാണ്. ആ യൂണിറ്റ് വെക്ടേഴ്സ് സൂചിപ്പിക്കുന്നത് ഐ എന്ന് വെച്ച് കഴിഞ്ഞാൽ പോസിറ്റീവ് എക്സ് ഡയറക്ഷനെ സൂചിപ്പിക്കുന്ന യൂണിറ്റ് വെക്ടറാണ് ഐ. ജെ എന്ന് വെച്ച് കഴിഞ്ഞാൽ വൈ ഡയറക്ഷനെ സൂചിപ്പിക്കുന്ന യൂണിറ്റ് വെക്ടറാണ് ജെ. കെ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇസഡ് ഡയറക്ഷനെ സൂചിപ്പിക്കുന്ന യൂണിറ്റ് വെക്ടറാണ് കെ. ഈ 3 പേരെയും കൂടെ ചേർത്ത് വിളിക്കുന്ന പേരാണ് ഓർത്തോഗണൽ യൂണിറ്റ് വെക്ടേഴ്സ്. യൂണിറ്റ് വെക്ടേഴ്സ് അലോങ് എക്സ് വൈ ആൻഡ് ഇസഡ് ഡയറക്ഷൻ അതിന് വിളിക്കുന്ന പേര് ഓർത്തോഗണൽ യൂണിറ്റ് വെക്ടേഴ്സ്. എന്താണ് ഓർത്തോഗണൽ യൂണിറ്റ് വെക്ടേഴ്സിന്റെ യൂസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മളിപ്പോ ഐ ജെ കെ ഉണ്ട്. ഐ ജെ കെ ഇത് എക്സ് വൈ ഇസഡ് ഡയറക്ഷനിലാണെന്ന് പറഞ്ഞു. ഇനിയിപ്പോൾ നമ്മുടെ കാർട്ടീഷ്യൻ സിസ്റ്റം ഇങ്ങോട്ട് എടുത്തതിന് ശേഷം ഒരു പോയിന്റ് നിങ്ങളുടെ അടുത്ത് പറഞ്ഞു തരികയാണ്. ആ പോയിന്റ് പറഞ്ഞു തരുന്നത് 5i എന്ന് പറഞ്ഞു. 5i എന്ന് പറയുന്ന പോയിന്റ് എവിടെയാണെന്ന് നമുക്ക് ഈസി ആയി കണ്ടുപിടിക്കാൻ പറ്റും. അതിന്റെ മാഗ്നിറ്റ്യൂഡ് എത്രയാണ്? 5. ഏത് ഡയറക്ഷനിൽ പോകുന്നു? ഐ ഡയറക്ഷനിൽ പോകുന്നു. ഐ എന്ന് പറഞ്ഞാൽ ആരുടെ ഡയറക്ഷനാണ്? എക്സിന്റെ ഡയറക്ഷനാണ്. അപ്പൊ എന്താണ് ആ പോയിന്റ് എവിടെ കാണും? ഇവിടെ കാണും. ഇത് 5. ഇവിടെയാണ് ആ പോയിന്റ് ഇരിക്കുന്നത്. എന്തുകൊണ്ട് നമ്മളത് എക്സ് ആക്സിസ് ആണെന്ന് എടുത്തു? ഐ കിടക്കുന്നുണ്ട്, എക്സ് ആക്സിസിന് എടുത്തു. ഇനി ഒരു പോയിന്റ് തരുന്നു, 7j എന്ന് പറയുന്ന ഒരു വെക്ടറിനെ വരയ്ക്കുന്നു. ആ 7j എന്ന് പറയുന്ന വെക്ടർ എവിടെയായിരിക്കും കാണപ്പെടുന്നത്? വൈ ആക്സിസിലാണ്. ജെ ആയതുകൊണ്ട് വൈ ആക്സിസിലാണ്. ഇവിടെ നിന്ന് 7 പോയിന്റ് മാറി ഇവിടെയാണ് 7j എന്ന് പറയുന്നത്. അപ്പൊ ഇതാണ് 7j എന്ന് പറയുന്ന വെക്ടർ. അപ്പോൾ മനസ്സിലായി കാണും എന്താണ് IJK എന്ന് പറയുന്ന യൂണിറ്റ് വെക്ടേഴ്സിന്റെ യൂസ്. ഒരു വെക്ടർ ഏത് ഡയറക്ഷനിലേക്കാണെന്ന് കാണിച്ചു തരാൻ വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്ന എക്സ് വൈ ആക്സിസ് അല്ലെങ്കിൽ എക്സ് വൈ ഇസഡ് ആക്സിസുകളിലേക്ക് ചൂണ്ടിക്കാണിക്കുന്ന യൂണിറ്റ് വെക്ടേഴ്സിനെ വിളിക്കുന്ന പേരാണ് ഓർത്തോഗണൽ യൂണിറ്റ് വെക്ടേഴ്സ്. ഇൻ കാർട്ടീഷ്യൻ കോർഡിനേറ്റ്സ് I, J and K are unit vectors along x, y and z directions. They are called orthogonal unit vectors. ഇതിന് നമ്മൾ ഓർത്തോഗണൽ വെക്ടേഴ്സ് എന്ന് വേണമെങ്കിലും പറയാറുണ്ട്, പക്ഷെ ആപ്റ്റ് ടേം ഓർത്തോഗണൽ യൂണിറ്റ് വെക്ടേഴ്സ് എന്ന് തന്നെയാണ്. ഇനി ഒരു ക്വസ്റ്റ്യൻ ചോദിക്കുന്നു, ഇതിൽ ഐ ഡയറക്ഷനിലാണെന്ന് പറഞ്ഞു, എക്സ് ഡയറക്ഷനിലാണെന്ന് പറഞ്ഞു. അപ്പോൾ മൈനസ് ഐ ഡയറക്ഷനിലായിരിക്കും. ഇതാണ് ഐയുടെ ഡയറക്ഷൻ. അപ്പോൾ മൈനസ് ഐയുടെ ഡയറക്ഷൻ എന്തായിരിക്കും? ഓപ്പോസിറ്റ് ആയിരിക്കും. ഇതാണ് മൈനസ് ഐയുടെ ഡയറക്ഷൻ. ജെയുടെ ഡയറക്ഷൻ ഇതാണെന്ന് പറഞ്ഞു അല്ലേ, വൈ ആക്സിസിലാണെന്ന് പറഞ്ഞു. അപ്പോൾ മൈനസ് ജെയുടെ ഡയറക്ഷൻ എന്തായിരിക്കും? നെഗറ്റീവ് വൈ ആക്സിസിലായിരിക്കും. അതുപോലെ തന്നെ ആയിരിക്കും കെയുടെയും വരുന്നത്. അപ്പോൾ IJK എന്താണെന്ന് തിരിച്ചറിവ് നമുക്ക് ഉണ്ടായിട്ടുണ്ട്. അടുത്ത് വരുന്നത് ഏറ്റവും പ്രധാനപ്പെട്ടതും ഒരുപാട് വർഷങ്ങളിൽ ക്വസ്റ്റ്യൻ ചോദിച്ചുകൊണ്ടിരിക്കുന്നതുമായിട്ടുള്ള ഒരു സെക്ഷനാണ് സീറോ വെക്ടർ. സീറോ വെക്ടർ പഠിക്കുന്നതിന് മുന്നേ ഞാൻ ആ യൂണിറ്റ് വെക്ടറിനെ ഒന്നുകൂടെ കൊണ്ടുവരികയാണ്. യൂണിറ്റ് വെക്ടർ എന്ന് പറഞ്ഞാൽ എന്തെന്ന് നമ്മൾ പഠിച്ചു. മാഗ്നിറ്റ്യൂഡ് 1 ആയിട്ടുള്ള വെക്ടറിനെ വിളിച്ച പേരാണ് യൂണിറ്റ് വെക്ടർ എന്ന്. ഇത് നമ്പർ 1ന് തുല്യമാണ്. 1 എന്ന നമ്പറിന് തുല്യമാണ് ആ യൂണിറ്റ് വെക്ടർ. ഫോർ എക്സാമ്പിൾ, എ എന്ന് പറയുന്ന ഒരു വെക്ടറിനോടൊപ്പം അതിന്റെ യൂണിറ്റ് വെക്ടറായ എ ക്യാപ്പിനെ മൾട്ടിപ്ലൈ ചെയ്താൽ 5 എന്ന നമ്പറിനോടൊപ്പം യൂണിറ്റ് വെക്ടർ 1 ആണ്. 1നെ മൾട്ടിപ്ലൈ ചെയ്യുന്നത് പോലെ തന്നെയാണ് യൂണിറ്റ് വെക്ടർ കൊണ്ട് ഒരു വെക്ടറിനെ മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ ആ വെക്ടറിനെ തന്നെ നമുക്ക് കിട്ടുന്നു. എ എന്ന് പറയുന്ന വെക്ടറിനെ തന്നെ കിട്ടുന്നു. ഇനി പോകുന്ന സീറോ വെക്ടറിലേക്കാണ്. സീറോ വെക്ടർ എന്ന് വെച്ച് കഴിഞ്ഞാൽ മാഗ്നിറ്റ്യൂഡ് 0 ആയിട്ടുള്ള വെക്ടറിനെ വിളിക്കുന്ന പേര് സീറോ വെക്ടർ. 0 മാഗ്നിറ്റ്യൂഡ് ഉള്ള ഒരു വെക്ടറിനെ വിളിക്കുന്ന പേരാണ് സീറോ വെക്ടർ. ഇതിനെ വിളിക്കുന്ന വേറൊരു പേര് നൾ വെക്ടർ എന്ന് വിളിക്കുന്നു. അപ്പൊ എന്താണ് മാഗ്നിറ്റ്യൂഡ് 0 ആയിട്ടുള്ള ഒരു വെക്ടർ എന്ന് ഉദ്ദേശിക്കുന്നത്? അങ്ങനെ എന്തെങ്കിലും ആവശ്യം നമുക്കുണ്ടോ? ഉണ്ട്. ഒരു മേശ ഇവിടെ ഉണ്ട്.
ഈ ഒരു മേശയുടെ മുകളിൽ ഞാനൊരു ബോക്സിനെ വെച്ചേക്കുകയാണ്. ഈ ബോക്സിന്റെ ഡിസ്പ്ലേസ്മെന്റ് എത്രയാണെന്ന് ചോദിച്ചാൽ നമ്മൾ എന്ത് പറയും? അത് മൂവ് ചെയ്യാതിരിക്കുന്നത് കൊണ്ട് അതിന്റെ ഡിസ്പ്ലേസ്മെന്റ് എത്രയാണ്? 0 ആണ്. ഡിസ്പ്ലേസ്മെന്റ് ഒരു വെക്ടർ അല്ലേ? വെക്ടർ ആയതുകൊണ്ട് കൃത്യമായി ഇതിനൊരു ഡയറക്ഷനും കാണിച്ചിരിക്കണം. ശരിയാണല്ലോ. അങ്ങനെ ഡയറക്ഷൻ കാണിക്കേണ്ട സാഹചര്യത്തിൽ നമുക്ക് എന്താണ് ഡയറക്ഷൻ എന്ന് പറഞ്ഞു കൊടുക്കാൻ പറ്റാത്ത സിറ്റുവേഷൻ ഉണ്ടാവുമ്പോൾ അവിടെ നമ്മൾ ഉപയോഗിക്കുന്ന സാധനത്തിന് വിളിക്കുന്ന പേരാണ് സീറോ വെക്ടർ. എന്താണ്? ഈ ഒരു ഒബ്ജക്റ്റിന് ഡിസ്പ്ലേസ്മെന്റ് ഉണ്ട്, 0 ഡിസ്പ്ലേസ്മെന്റ്, പക്ഷെ അത് എങ്ങോട്ടാണെന്ന് കാണിച്ചു കൊടുക്കാൻ ഒരു നിവൃത്തിയില്ല. അപ്പൊ നമ്മൾ പറയും ഇതിന്റെ ഡിസ്പ്ലേസ്മെന്റ് വെക്ടർ ഒരു 0 വെക്ടർ ആണെന്ന് പറയും. ഇങ്ങനെ എഴുതും 0 വെക്ടർ. അതുപോലെ തന്നെ വേറൊരു എക്സാമ്പിൾ ചോദിച്ചു കഴിഞ്ഞാൽ യൂണിഫോം വെലോസിറ്റിയിൽ പോകുന്ന ഒരു വസ്തു, യൂണിഫോം മോഷൻ എക്സിക്യൂട്ട് ചെയ്യുന്ന വസ്തു, അവന്റെ ഇനിഷ്യൽ വെലോസിറ്റിയും v ആണ്, ഫൈനൽ വെലോസിറ്റിയും v ആണ്. ശരിയല്ലേ? ആക്സിലറേഷൻ എന്തെന്ന് വരും? v മൈനസ് u ഡിവൈഡഡ് ബൈ t എന്നുള്ളത് 0 ഡിവൈഡഡ് ബൈ t ഈസ് ഈക്വൽ ടു 0 മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ എന്ന് കിട്ടും. പഠിച്ചിട്ടുള്ളതാണ്. യൂണിഫോം വെലോസിറ്റിയിൽ പോകുന്ന ഒരു വസ്തുവിന് ആക്സിലറേഷൻ 0 ആണെന്ന് പഠിച്ചിട്ടുണ്ട്. ഈ ആക്സിലറേഷൻ 0 ആണെങ്കിലും ആക്സിലറേഷൻ ഈസ് എ വെക്ടർ ക്വാണ്ടിറ്റി. അവൻ എന്ത് കാണിച്ചു കൊടുക്കേണ്ടി വരും? ഡയറക്ഷൻ കാണിച്ചു കൊടുക്കേണ്ടി വരും. പറയാൻ പറ്റൂ ഇവന്റെ ആക്സിലറേഷൻ ഡയറക്ഷൻ എങ്ങോട്ടാണെന്ന്? അങ്ങോട്ടാണെന്ന് പറയാൻ പറ്റൂ? പറ്റില്ലെങ്കിൽ വെലോസിറ്റി കൂടും. ഇങ്ങോട്ടാണെന്ന് പറയാൻ പറ്റൂ? പറ്റില്ലെങ്കിൽ വെലോസിറ്റി കുറയും. പിന്നെ എന്തേ നിവർത്തിയുള്ളൂ നമുക്ക്? ഇതിന്റെ ഡയറക്ഷൻ ഉണ്ട്, അതിന്റെ ഡയറക്ഷൻ ഒരു 0 വെക്ടർ ആണ്. അപ്പൊ മാഗ്നിറ്റ്യൂഡ് 0 ആയിട്ടുള്ള ഒരു വെക്ടറിനെ വിളിക്കുന്ന പേര് 0 വെക്ടർ എന്നും. അത് ഇവിടെ നമ്മൾ ഉപയോഗിക്കുന്നു. നമ്മളിപ്പോൾ പറഞ്ഞു ഡയറക്ഷൻ പറയേണ്ട സാഹചര്യത്തിൽ അത് ഏത് ഡയറക്ഷൻ ആണെന്ന് സ്പെസിഫൈ ചെയ്ത് നമ്മളെ കൊണ്ട് പറയാൻ പറ്റാത്ത സാഹചര്യങ്ങൾ ഉണ്ടാവുമ്പോൾ അവിടെ നമ്മൾ ആരോ ഉപയോഗിക്കും? 0 വെക്ടറിനെ ഉപയോഗിക്കും. ഇനിയിപ്പോൾ ഒരു വസ്തുവിന്റെ സ്റ്റേഷനറി, ഇതിപ്പോൾ ഇതെല്ലാം എക്സാമ്പിൾ ആണ് കേട്ടോ. 0 വെക്ടറിന് എക്സാമ്പിൾ ചോദിച്ചാണ് നമ്മൾ ആദ്യം പറയുന്നത് ഡിസ്പ്ലേസ്മെന്റ് ഓഫ് എ സ്റ്റേഷനറി ഒബ്ജക്ട്, ആക്സിലറേഷൻ ഓഫ് എ ഒബ്ജക്ട് മൂവിംഗ് വിത്ത് യൂണിഫോം വെലോസിറ്റി. അതെല്ലാം എന്തിന് എക്സാമ്പിൾ ആണ്? 0 വെക്ടറിന് എക്സാമ്പിൾ ആണ്. പിന്നെ റെസ്റ്റിലിരിക്കുന്ന ഒരു വസ്തുവിന്റെ വെലോസിറ്റി, റെസ്റ്റിലിരിക്കുന്ന വസ്തുവിന്റെ വെലോസിറ്റി എത്രയാണ്? അതിന്റെ പൊസിഷൻ മാറുന്നില്ല അല്ലേ? ഇത് ബോക്സ് ആണെന്നുണ്ടെങ്കിൽ അവന്റെ വെലോസിറ്റി എത്രയാണ്? 0 മീറ്റർ പെർ സെക്കൻഡ്. ബട്ട് വെലോസിറ്റി ഈസ് എ വെക്ടർ ക്വാണ്ടിറ്റി. നമ്മൾ എന്ത് കാണിച്ചു കൊടുത്തേ മതിയാകും? ഡയറക്ഷൻ കാണിച്ചു കൊടുത്തേ മതിയാകും. അപ്പോൾ എന്ത് പറയും? ഡയറക്ഷൻ ഓഫ് വെലോസിറ്റി ഓഫ് എ സ്റ്റേഷനറി ഒബ്ജക്ട് ഈസ് എ 0 വെക്ടർ. ഡയറക്ഷൻ ഓഫ് വെലോസിറ്റി ഓഫ് എ സ്റ്റേഷനറി ഒബ്ജക്ട് ഈസ് 0 വെക്ടർ നമ്മൾ പറയും. ഇനി വേറെ എക്സാമ്പിൾ എന്തെങ്കിലും പറയാൻ പറ്റൂ? പറയാൻ പറ്റും. നമ്മൾ പൊസിഷൻ വെക്ടറിനെ കുറിച്ച് പഠിച്ചല്ലേ? പൊസിഷൻ വെക്ടറിനെ കുറിച്ച് പഠിച്ചപ്പോൾ നമ്മളിതാ പൊസിഷൻ വെക്ടർ വരച്ച സമയത്ത് ഇവിടെ ഒരു പോയിന്റ് പി എടുത്തിട്ടുണ്ടെങ്കിൽ ഇതാണ് പൊസിഷൻ വെക്ടർ. ഞാൻ ആ പോയിന്റ് പി എടുക്കുന്നത് ഒറിജിനിൽ തന്നെ എടുക്കുന്നു എങ്കിൽ ഒറിജിനലിൽ നിന്നും ഒറിജിനിലേക്ക് ഒരു വെക്ടറിനെ വരയ്ക്കാൻ നമുക്കൊണ്ട് നിവൃത്തിയുണ്ടോ? ഇല്ല. പക്ഷേ പൊസിഷൻ വെക്ടർ ആണ്, ഡയറക്ഷൻ കാണിച്ചു കൊടുത്തേ മതിയാവും. അപ്പോൾ ഒറിജിനിൽ ഇരിക്കുന്ന ഒരു പോയിന്റിന്റെ പൊസിഷൻ വെക്ടർ എന്ന് പറഞ്ഞാൽ ആരാണ്? 0 വെക്ടർ ആണ്. ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ 0 വെക്ടറിന് എക്സാമ്പിൾ ആ പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുള്ളത്. അത് എഴുതുക. നമ്മൾ ഈ പഠിച്ചതിൽ നിന്ന് ഏതെങ്കിലും ഒരു എക്സാമ്പിൾ എഴുതുക. പക്ഷേ എന്താണ് യൂണിറ്റ് വെക്ടർ എന്നും മാഗ്നിറ്റ്യൂഡ് 1 യൂണിറ്റ് വെക്ടർ എന്നും ആ ഡയറക്ഷനെ ചൂണ്ടിക്കാണിക്കാൻ ഉപയോഗിക്കുന്നു എന്ന് നമ്മൾ പഠിച്ചു. എഴുതി വെക്കുമ്പോൾ നമ്മൾ അങ്ങനെയല്ല എഴുതുന്നത്. ഡെഫിനിഷൻ നമ്മൾ പഠിച്ചിട്ടുണ്ട്. അതാണ് നമ്മൾ പരീക്ഷയ്ക്ക് ചോദിച്ചാൽ എഴുതത്തുള്ളൂ. പക്ഷെ മനസ്സിലാക്കിയതാണ് യൂണിറ്റ് വെക്ടർ ഡയറക്ഷൻ ചൂണ്ടിക്കാണിക്കുമെന്നും. 0 വെക്ടർ എന്താണ്? ഡയറക്ഷൻ നമ്മളെ കൊണ്ട് പറയാത്ത സിറ്റുവേഷൻ ഉണ്ടാവുമ്പോൾ, പറയാൻ പറ്റാത്ത സിറ്റുവേഷൻ ഉണ്ടായി കഴിഞ്ഞാൽ അവിടെ അതിന്റെ ഡയറക്ഷൻ നമ്മൾ ആരായിട്ട് ഉപയോഗിക്കുന്നു? 0 വെക്ടർ ആയിട്ട് ഉപയോഗിക്കുന്നു. അടുത്ത് നോക്കേണ്ടത് അഡീഷൻ ഓഫ് വെക്ടേഴ്സ് ആണ്. വെക്ടേഴ്സ് നമുക്ക് എങ്ങനെ ആഡ് ചെയ്യാൻ പറ്റും? അപ്പോൾ വെക്ടറിനെ കുറിച്ച് കുറച്ച് കാര്യങ്ങൾ നമ്മൾ പഠിച്ചു അല്ലേ? ഇനി വെക്ടറിൽ നമ്മൾ എന്ത് പഠിക്കണം? അഡീഷൻ പഠിക്കണം, സബ്സ്ട്രാക്ഷൻ പഠിക്കണം, മൾട്ടിപ്ലിക്കേഷൻ പഠിക്കണം, ഡിവിഷൻ പഠിക്കണം. നമ്പേഴ്സിൽ പഠിച്ചതുപോലെ തന്നെയാണ്. അപ്പോൾ ആദ്യം നമ്മൾ പഠിക്കേണ്ട അഡീഷൻ ഓഫ് വെക്ടേഴ്സ് ആണ്. അഡീഷൻ ഓഫ് വെക്ടേഴ്സിൽ ഫസ്റ്റ് കണ്ടീഷൻ പറയുന്നത് വെൻ ദേ ആർ ഇൻ സെയിം ഡയറക്ഷൻ. വെൻ ദേ ആർ ഇൻ സെയിം ഡയറക്ഷൻ. ഫോഴ്സ് ഒരു വെക്ടർ ആണെന്ന് അറിയാലോ. സെയിം ഡയറക്ഷനിൽ വെക്ടേഴ്സ് വന്നാൽ എന്ത് സംഭവിക്കുമെന്ന് പഠിക്കാൻ വേണ്ടിയിട്ട് ഓർത്തിരിക്കാൻ ഒരു എളുപ്പ വഴിക്ക് വേണ്ടി ഞാനൊരു കാര്യം പറയുന്നു. ഒരു കാറ് ബ്രേക്ക് ഡൗൺ ആയി കിടക്കുകയാണ്. ഈ കാറിനെ അങ്ങോട്ട് തള്ളാം. അങ്ങോട്ട് തള്ളാൻ വേണ്ടിയിട്ട് ഒരാൾ ഇവിടെ വന്ന് നിന്ന് തള്ളുകയാണ്. കാറിനെ അങ്ങോട്ട് തള്ളുകയാണ്. അദ്ദേഹം F1 ഫോഴ്സ് കൊടുത്തു. അപ്പോൾ തള്ളിയിട്ട് കാറ് നീങ്ങിയില്ല. അപ്പോൾ അദ്ദേഹം എന്ത് ചെയ്തു? ഒരാളിനെ അങ്ങോട്ട് വിളിച്ചു. അദ്ദേഹവും കൂടെ അവിടെ വന്ന് തള്ളി. അദ്ദേഹം F2 ഫോഴ്സ് കൊടുത്തു. കാറിന് കിട്ടുന്ന ടോട്ടൽ ഫോഴ്സ് എന്ന് വെച്ചാൽ എന്തായിരിക്കും? ടോട്ടൽ ഫോഴ്സ് R. റിസൾട്ടന്റ് ഫോഴ്സ് R ഈസ് ഈക്വൽ ടു F1 പ്ലസ് F2. ശരിയല്ലേ? എന്ത് മനസ്സിലാക്കണം? രണ്ട് വെക്ടേഴ്സ് ഒരേ ഡയറക്ഷനിൽ ആക്റ്റീവ് ഇട്ടാൽ റിസൾട്ടന്റ് വെക്ടർ എന്ന് വെച്ചാൽ വെക്ടർ എന്ന് വെച്ചാൽ രണ്ടുപേരും കൂടെ കൂട്ടുന്നതിന് തുല്യമായിരിക്കും. ഓർത്തിരിക്കാൻ പറ്റുമല്ലോ? ബുദ്ധിമുട്ട് വല്ലതും ഉണ്ടോ? അപ്പോൾ വെൻ ദ വെക്ടേഴ്സ് ആർ ആക്ടിങ് ഇൻ സെയിം ഡയറക്ഷൻ
ദ റിസൾട്ടന്റ് വെക്ടർ ഈസ് ദ സം ഓഫ് ദ ടു വെക്ടേഴ്സ്. രണ്ട് വെക്ടറിന്റെയും സമ്മിന് തുല്യമായിരിക്കും. അപ്പൊ നമുക്ക് ഇങ്ങനെ വരയ്ക്കാം. അതിനെ ഒരു വെക്ടർ എടുത്തു, എ എന്ന് പറയുന്ന വെക്ടർ, അതിനോടൊപ്പം ഞാൻ ബി എന്ന് പറയുന്ന വെക്ടറിനെ ആഡ് ചെയ്യുകയാണ്. രണ്ടും കൂടെ ആഡ് ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും? ഇത് രണ്ടും കൂടെ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ ഇതിന്റെ ലൈൻ സെഗ്മെന്റ് ഉണ്ട്, ഇതിന്റെ ലൈൻ സെഗ്മെന്റ് ഉണ്ട് അല്ലേ? അപ്പൊ റിസൾട്ടന്റിന്റെ എന്തായിരിക്കും? രണ്ടും കൂടെ കൂട്ടുന്നതിന് തുല്യമായിരിക്കും. ഇതാണ് ആർ. ആർ എന്ന് വെച്ചാൽ എന്താണ്? റിസൾട്ടന്റ് വെക്ടർ ആണ്. എന്ന് വെച്ചാൽ എന്തിന്റെയൊക്കെ തുല്യമാണ്? എയുടെയും ബിയുടെയും സമ്മിന് തുല്യമായിരിക്കും. കുറച്ചും കൂടെയൊക്കെ ക്ലിയർ ആയി പറഞ്ഞു കഴിഞ്ഞാൽ ഇതിന്റെ മാഗ്നിറ്റ്യൂഡും കൂട്ടുന്നത് എന്താണോ അതാണ് റിസൾട്ടന്റിന്റെ മാഗ്നിറ്റ്യൂഡ്. രണ്ടുപേർക്കും സെയിം ഡയറക്ഷൻ തന്നെ ആയതുകൊണ്ട് റിസൾട്ടന്റിനും അതേ ഡയറക്ഷൻ തന്നെ ആയിരിക്കും. പ്രശ്നം ഉണ്ടാവും? ഇല്ല. അപ്പൊ വെൻ ദേ ആർ ഇൻ സെയിം ഡയറക്ഷൻ പ്രശ്നമില്ലാതെ പോയി. വെൻ ദേ ആർ ഇൻ ഓപ്പോസിറ്റ് ഡയറക്ഷൻ, അടുത്ത നമുക്ക് വെൻ ദേ ആർ ഇൻ ഓപ്പോസിറ്റ് ഡയറക്ഷൻ, നമുക്ക് കാറിനെ മാറ്റിയിട്ട് ഒരു തടിപ്പെട്ടി വയ്ക്കാം, ഒരു വലിയ ബോക്സ് വയ്ക്കാം. വേണമെങ്കിൽ രണ്ട് ടയറും കൂടെ വെച്ചു തള്ളി നീക്കാൻ പറ്റും. അപ്പോൾ ഒരാൾ ഇവിടെ നിന്ന് ആ ബോക്സിനെ അങ്ങോട്ട് തള്ളുകയാണ്. അദ്ദേഹം അങ്ങോട്ട് തള്ളുന്ന ഫോഴ്സ് F1 അല്ലെങ്കിൽ വേണ്ട 10 ന്യൂട്ടൺ ഫോഴ്സിൽ തള്ളുന്നു. ഇങ്ങോട്ട് വേറൊരാൾ നിന്നിട്ട് അതിനെ 5 ന്യൂട്ടൺ ഫോഴ്സിൽ തള്ളുന്നു. വസ്തു എങ്ങോട്ട് മൂവ് ചെയ്യും? അങ്ങോട്ട് കൊടുക്കുന്നത് 10 ന്യൂട്ടൺ, ഇങ്ങോട്ട് കിട്ടുന്നത് 5 ന്യൂട്ടൺ. എങ്ങോട്ട് മൂവ് ചെയ്യും വസ്തു? അങ്ങോട്ട് മൂവ് ചെയ്യും. ശരിയല്ലേ? വലിയ ആൾ കൊടുക്കുന്ന ബലത്തിന് അങ്ങോട്ട് മൂവ് ചെയ്യും. അത് എത്ര ഫോഴ്സിൽ അങ്ങോട്ട് മൂവ് ചെയ്യും? ഈ 10 വരുന്നതിൽ 5 എവൻ്റെത് കാരണം പോവും. അവശേഷിക്കുന്ന 5-ലായിരിക്കുമല്ലോ അങ്ങോട്ട് മൂവ് ചെയ്യുന്നത്. അപ്പോൾ അങ്ങോട്ട് മൂവ് ചെയ്യുന്ന റിസൾട്ടന്റ് ഫോഴ്സ് എന്ന് പറഞ്ഞാൽ എത്രയായിരിക്കും? 10 - 5, രണ്ടിനും ഒരു ഡിഫറൻസ് ആയിരിക്കും. ഏത് ഡയറക്ഷനിൽ മൂവ് ചെയ്യും? വലിയ ഫോഴ്സിന്റെ ഡയറക്ഷനിൽ മൂവ് ചെയ്യും. ഇതാണ് ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ വരുന്നതിന്റെ കൺസെപ്റ്റ്. അപ്പോൾ നമുക്ക് ഇനിയാണ് വെക്ടേഴ്സിന്റെ ഒന്ന് ചിന്തിച്ചു നോക്കാം എങ്ങനെയാണ് വരുന്നതെന്നുള്ളത്. വെക്ടേഴ്സ് ചിന്തിച്ചു നോക്കിക്കഴിഞ്ഞാൽ എ എന്ന് പറയുന്ന ഒരു വെക്ടർ ഇവിടെ ഉണ്ട്, അതിനോടൊപ്പം ബി എന്ന് പറയുന്ന വെക്ടർ വരുന്നു. ഈ രണ്ട് വെക്ടറിനെ കൂടെ നമ്മൾ ആഡ് ചെയ്യുകയാണ്, കൂട്ടിയെടുക്കുകയാണ്. ഇത് വി എന്ന് പറയുന്ന വെക്ടറാണ്. ശരിയല്ലേ? ഇത് രണ്ടും കൂടെ നമുക്ക് ആഡ് ചെയ്യണം. ആഡ് ചെയ്യുമ്പോൾ എന്താ കിട്ടുന്നത്? വലിയ വെക്ടറാണെന്ന് വിചാരിക്കുക. എന്താ കിട്ടുന്നത്? വലുതിൽ നിന്ന് ചെറുത് കുറച്ചിട്ട് വലുതിന്റെ സിമ്പൽ കൊടുക്കണം. അങ്ങനെയല്ലേ നമ്മൾ ചെയ്തത്? 10 അങ്ങോട്ട് കൊടുത്തു, 5 ഇങ്ങോട്ട് കിട്ടി. എങ്ങോട്ട് മൂവ് ചെയ്തു? വലുതിൽ നിന്ന് ചെറുത് കുറച്ചു. 10-ൽ നിന്ന് 5 കുറച്ചപ്പോൾ 5 കിട്ടി. ആ 5-ൽ ഏത് ഡയറക്ഷനിൽ പോയി? വലുതിന്റെ ഡയറക്ഷനിൽ പോയി. ഇങ്ങനെയല്ലേ നമ്മൾ പഠിച്ചത്, തൊട്ട് മുന്നേ കണ്ടത്. അപ്പൊ എന്താണ്? വെക്ടേഴ്സ് ഓപ്പോസിറ്റ് ഡയറക്ഷനിലാണ് ആക്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ വലിയ വെക്ടറിൽ നിന്നും ചെറിയ വെക്ടർ കുറച്ചിട്ട് വലിയ വെക്ടറിന്റെ സിമ്പലം കൊടുക്കുക. എങ്ങനെ എഴുതാടെ നമുക്കിതിനെ? നമുക്ക് എ എന്ന് പറയുന്ന ഒരു വെക്ടർ ഉണ്ട്, അതിനോടൊപ്പം നമ്മൾ ആരെ ആഡ് ചെയ്യുന്നത്? ബി എന്ന് പറയുന്ന വെക്ടറിനെയാണ് ആഡ് ചെയ്യുന്നില്ലേ? അപ്പോൾ ബി എന്ന് പറയുന്ന വെക്ടറിനെ ആഡ് ചെയ്യുമ്പോൾ എന്ത് ശ്രദ്ധിക്കണം? എ എന്ന് പറയുന്ന വെക്ടർ വലതോട്ടും ബി എന്ന് പറയുന്ന വെക്ടർ എങ്ങോട്ടുമാണ് വന്നിട്ടുള്ളത്? ലെഫ്റ്റ് സൈഡിലേക്കുമാണ് വന്നിട്ടുള്ളത്. അതുകൊണ്ട് ഈ വെക്ടർ ബി നമുക്ക് എന്ത് കൊടുക്കാനേ അർഹതയുള്ളൂ? -b എന്ന് കൊടുക്കാനേ അർഹതയുള്ളൂ. ശരിയല്ലേ? നമ്മൾ ഒരെണ്ണം പോസിറ്റീവ് ആയിട്ട് എടുത്താൽ മറ്റേ എന്തായിട്ട് എടുക്കാൻ അർഹതയുള്ളൂ? നെഗറ്റീവ് ആയിട്ട് എടുക്കാൻ അർഹതയുള്ളൂ. അപ്പോൾ എന്തെന്ന് കിട്ടും നമുക്ക്? ഈ പ്ലസ് ഇൻറ്റു മൈനസ് എന്താവും? a - b. ഇതാണ് റിസൾട്ടന്റ് വെക്ടർ. വലുതിൽ നിന്ന് ചെറുത് കുറച്ചിട്ട് വലുതിന്റെ സിമ്പൽ കൊടുക്കുന്നു. ഇപ്പം എന്താ പറഞ്ഞത്? വേറെ ഒന്നും വേണ്ട, ജസ്റ്റ് ഇത്ര കാര്യം മാത്രം ആക്ട് ചെയ്താൽ മതി, ഓർമ്മിച്ചാൽ മതി. വെക്ടേഴ്സ് സെയിം ഡയറക്ഷനിലാണെങ്കിൽ അവരെ റിസൾട്ടന്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? രണ്ടും കൂടെ കൂട്ടുന്നതിന് തുല്യമായിരിക്കും. വെക്ടേഴ്സ് ഓപ്പോസിറ്റ് ഡയറക്ഷനിലാണെന്നുണ്ടെങ്കിൽ അവരുടെ റിസൾട്ട് എന്ന് വെച്ചാൽ രണ്ടിനും കൂടെ ഡിഫറൻസ് ആയിരിക്കും. ഒന്നുകൂടെ പറയുന്നു, വെക്ടേഴ്സ് സെയിം ഡയറക്ഷനിലാണെങ്കിൽ റിസൾട്ടന്റ് രണ്ടിന്റെയും കൂടെ സം ആയിരിക്കും. വെക്ടേഴ്സ് ഓപ്പോസിറ്റ് ഡയറക്ഷനിലാണെങ്കിൽ റിസൾട്ടന്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്തായിരിക്കും? രണ്ടിന്റെയും കൂടെ ഡിഫറൻസ് ആയിരിക്കും. ഡയറക്ഷൻ എന്തായിരിക്കും? ഇവിടെ വലിയ വെക്ടറിന്റെ ഡയറക്ഷനിലേക്കായിരിക്കും മൂവ് ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ രണ്ടും നമ്മൾ പഠിച്ചത് ഈ രണ്ട് വെക്ടർ ഒന്നിൽ സെയിം ഡയറക്ഷനിൽ അല്ലെങ്കിൽ ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ വരുന്ന കൺസെപ്റ്റാണ് നമ്മൾ പഠിച്ചിട്ടുള്ളത് അല്ലേ? ഇനി നമ്മൾ നോക്കേണ്ടത് സെയിം ഡയറക്ഷനിലും അല്ല ഓപ്പോസിറ്റ് ഡയറക്ഷനിലും അല്ലാത്ത സിറ്റുവേഷൻ വന്നു കഴിഞ്ഞാൽ അതെന്താണ് അല്ലാത്ത സിറ്റുവേഷൻ? ഒരു വെക്ടർ ഇങ്ങനെ പോകുന്നു, ഒരു വെക്ടർ ഇങ്ങനെ പോകുന്നു. ഈ രണ്ട് വെക്ടറിനെയും കൂടെ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? ഇപ്പോൾ ഒരു വെക്ടർ ഇങ്ങോട്ടാണ് പോകുന്നത്, ഒരു വെക്ടർ ഇങ്ങോട്ടാണ് പോകുന്നത്. ഇതെന്താണ് ഈ ആഡ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്? ഇവിടെ ഒരു ബോൾ ഉണ്ടെന്ന് വിചാരിക്കുക, ഒരു പന്ത്. ഈ പന്തിൽ ഒരു കയറ് കെട്ടി ഇങ്ങോട്ടൊരാൾ വലിക്കുകയാണ്, ഇങ്ങോട്ടൊരാൾ വലിക്കുകയാണ്. ഇവിടെ ഒരാൾ നിന്നിട്ടും ഈ പന്തിൽ ഒരു കയറ് കെട്ടിയിട്ട് ഇങ്ങോട്ട് വലിക്കുകയാണ്, ഇങ്ങോട്ട് വലിക്കുന്നു.
ഇങ്ങോട്ട് വലിക്കുമ്പോൾ ഈ പന്ത് എങ്ങോട്ട് മൂവ് ചെയ്യും? ഇദ്ദേഹത്തിന്റെ അടുത്തോട്ട് മൂവ് ചെയ്യൂ, അത് ഇദ്ദേഹത്തിന്റെ അടുത്തോട്ട് മൂവ് ചെയ്യൂ. രണ്ട് സ്ഥലത്തേക്ക് മൂവ് ചെയ്തില്ല, പന്ത് ഇങ്ങോട്ടായിരിക്കും മൂവ് ചെയ്യുന്നത്, ശരിയല്ലേ? ഈ രണ്ട് കയറും കൂടെ വലിയുന്നതനുസരിച്ച് ഇങ്ങോട്ട് മൂവ് ചെയ്തുകൊണ്ടിരിക്കും. അപ്പോൾ ഇതിന്റെ രണ്ട് വെക്ടറും കൂടെ ഇതിൽ ആഡ് ചെയ്യപ്പെട്ടാൽ ഇതിന്റെ റിസൾട്ടന്റ് എങ്ങോട്ടാണെന്ന് കണ്ടുപിടിക്കണം. അതാണ് നമ്മൾ മൂന്നാമത്തെ മെത്തേഡ് നോക്കാൻ പോകുന്നത്. സെയിം ഡയറക്ഷനും അല്ല, ഓപ്പോസിറ്റ് ഡയറക്ഷനിലും അല്ല. ഇതുമായിട്ട് ബന്ധപ്പെട്ട ഒരു കുഞ്ഞു ക്വസ്റ്റ്യൻ നമ്മളിവിടെ ചോദിക്കുകയാണ്. ഒരു ഒബ്ജക്റ്റിന് നോർത്ത് ഡയറക്ഷനിലും സൗത്ത് ഡയറക്ഷനിലും മൂവ് ചെയ്യാൻ പറ്റും. ഒരു വസ്തുവിന് ഞാൻ ക്വസ്റ്റ്യൻ വിട്ടേക്കാം. ഈസ്റ്റ് ഡയറക്ഷനിൽ മൂവ് ചെയ്യാൻ പറ്റും, വളരെ ഈസിയായി പറ്റും. അങ്ങോട്ട് വലിച്ചു കഴിഞ്ഞാൽ മതി, ഈസ്റ്റ് ഡയറക്ഷനിൽ പോകും. നോർത്ത്, ഈസ്റ്റ്, വെസ്റ്റ്, സൗത്ത് ഏതാണെന്ന് അറിയാം. നോർത്ത്, ഈസ്റ്റ്, സൗത്ത്, വെസ്റ്റ്, ഇത് നമുക്കറിയാം. അപ്പോൾ ഈസ്റ്റ് ഡയറക്ഷനിൽ മൂവ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അങ്ങോട്ട് വലിച്ചാൽ മതി, മൂവ് ചെയ്യും. ഈ ഒരു വസ്തുവിനെ സൗത്ത് ഡയറക്ഷനിലോട്ട് മൂവ് ചെയ്യണമെന്നുണ്ടെങ്കിൽ താഴേക്ക് വലിച്ചാൽ മതി, മൂവ് ചെയ്തോളൂ. ഇവൻ ഈസ്റ്റിലേക്കും സൗത്തിലേക്കും ഒരേ സമയം മൂവ് ചെയ്യാൻ പറ്റുമോ ഇവനെ കൊണ്ട്? പറ്റുമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവന് റൈറ്റ് സൈഡിലോട്ടും പോകണം, ഡൗണിലേക്കും വരണം. ദാറ്റ് മീൻസ് ഇവൻ എന്ത് ചെയ്താൽ മതി? ഇങ്ങനെ പോയാൽ പോരെ? ഇങ്ങനെ പോകുമ്പോൾ ഇവൻ എങ്ങോട്ട് പോവാം? സൗത്തിലേക്കും പോവാം, ഈസ്റ്റിലേക്കും പോവാം, സൗത്തിലേക്കും പോവാം. സോ ഹിസ് ഡയറക്ഷൻ ഈസ് സൗത്ത് ഈസ്റ്റ് ഡയറക്ഷനിലാവും മൂവ് ചെയ്യും. ഇപ്പോൾ ഒരു വസ്തുവിന് സൗത്ത് ഡയറക്ഷനിലും ഈസ്റ്റ് ഡയറക്ഷനിലും ഒരുമിച്ച് പോകാൻ പറ്റുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പറ്റും. എന്ത് പറയാൻ പറ്റും? സൗത്ത് ഈസ്റ്റ് ഡയറക്ഷനിൽ പോയാൽ മതി എന്ന് പറയാം. ഇനി അടുത്തത് സൗത്തിലേക്കും വെസ്റ്റിലേക്കും പോകാൻ പറ്റുമെന്ന് ചോദിച്ചാൽ എന്താണ്? ഇങ്ങോട്ട് പോയാൽ മതി. നോർത്തിലേക്കും വെസ്റ്റിലേക്കും പോകാൻ ചോദിച്ചാൽ ഇങ്ങോട്ട് പോയാൽ മതി. നോർത്തിലേക്കും ഈസ്റ്റിലേക്കാണെങ്കിൽ ഇങ്ങോട്ട് പോയാൽ മതി. സൗത്തിലേക്കും ഈസ്റ്റിലേക്കാണെങ്കിൽ ഇങ്ങോട്ട് പോയാൽ മതി. ഇനി നോർത്തിലേക്കും സൗത്തിലേക്കും ഒരുമിച്ച് പോകാൻ പറ്റുമെന്ന് ചോദിച്ചാൽ പറ്റില്ല എന്നും പറയണം. കാര്യം എന്താണ്? നോർത്ത് മുകളിലോട്ടും സൗത്ത് താഴേക്കുമാണ്, അത് ഒരുമിച്ച് പോകാൻ പറ്റില്ല. നോർത്ത് ഇങ്ങോട്ടും സൗത്ത് ഇങ്ങോട്ടുമാണ്, അത് പോകാൻ പറ്റില്ല. അതുപോലെ തന്നെ ഈസ്റ്റിലേക്കും വെസ്റ്റിലേക്കും ഒരുമിച്ച് പോകാൻ പറ്റുമെന്ന് ചോദിച്ചാൽ അത് പറ്റില്ല. പക്ഷേ സൗത്തിലേക്കും ഈസ്റ്റിലേക്കും ഒരു വസ്തുവിന് ഒരേ സമയം മൂവ് ചെയ്യാൻ പറ്റുമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എന്ത് പറയാം? നമുക്ക് പറ്റുമെന്ന് പറയാം. പക്ഷെ അതിന് ഒരുപാട് ലിമിറ്റേഷൻ ഉണ്ട്. എന്തുകൊണ്ട് പറ്റുമെന്ന് പറഞ്ഞു എന്നുള്ളതിന്റെ കാര്യം നമ്മൾ പറഞ്ഞു. ഓക്കെ, ഇനിയിപ്പോൾ നമുക്ക് നോക്കേണ്ടത് വ്യത്യസ്ത രീതിയിലുള്ള രണ്ട് വെക്ടേഴ്സിനെ എങ്ങനെ ആഡ് ചെയ്യാമെന്നുള്ളതാണ്. വെൻ ദേ ആർ ഇൻക്ലൈൻഡ് അറ്റ് എനി ആംഗിൾ, ഏതെങ്കിലും ഒരു ആംഗിൾ ഇൻക്ലൈൻ ചെയ്തിട്ടുള്ള വെക്ടേഴ്സിനെ എങ്ങനെ ആഡ് ചെയ്യാം എന്നുള്ളത്. അതിൽ ഒന്നാമത്തെ മെത്തേഡാണ് ട്രയാങ്കുലർ ലോ. ട്രയാങ്കുലർ ലോ ഓഫ് വെക്ടർ അഡീഷൻ. ട്രയാങ്കുലർ ലോ ഓഫ് വെക്ടർ അഡീഷൻ എക്സാമിന് ചോദിക്കുന്ന ക്വസ്റ്റ്യൻ ആണ്. ഒരുപാട് വട്ടം ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്, നല്ലപോലെ ശ്രദ്ധിക്കുക. എൻ്റെ കയ്യിലൊരു വെക്ടർ ഉണ്ട്, ഇത് ബി എന്ന് പറയുന്ന വെക്ടറാണ്. അല്ലെങ്കിൽ നിങ്ങൾക്ക് നേരത്തെ നമ്മൾ എല്ലാ ABC എടുത്തുകൊണ്ട് നമുക്ക് പി എന്ന് പറയുന്ന വെക്ടറിന് എടുക്കാം. പി എന്ന് പറയുന്ന വെക്ടറാണ്. എൻ്റെ കയ്യിൽ വേറൊരു വെക്ടർ ഉണ്ട്, ക്യൂ എന്ന് പറയുന്ന വെക്ടറാണ്. എൻ്റെ കയ്യിൽ രണ്ട് വെക്ടർ ഉണ്ട്, പിയും ക്യൂവും. എനിക്ക് ഈ പിയെയും ക്യൂവിനെയും ആഡ് ചെയ്യണം. എങ്ങനെ ആഡ് ചെയ്യണമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇത് സെയിം ഡയറക്ഷനിലാണെങ്കിൽ നമുക്ക് അറിയാമായിരുന്നു, കൂട്ടി വെച്ചാൽ മതി. ഓപ്പോസിറ്റ് ഡയറക്ഷനിലാണെങ്കിലും അറിയാമായിരുന്നു, സബ്സ്ട്രാക്ട് ചെയ്താൽ മതി. ഇത് രണ്ടും അല്ല, ഇത് ഏതൊക്കെ രണ്ട് ആംഗിളിലാണ്. അപ്പോൾ എന്ത് ചെയ്യണമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ട്രയാങ്കുലർ ലോ ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് ചെയ്യാം. ട്രയാങ്കുലർ ലോയിൽ നമ്മൾ ചെയ്യുന്നത് ആ പി എന്ന് പറയുന്ന വെക്ടറിനെ എടുത്ത് ഇവിടെ വയ്ക്കുക. ഇത് പി എന്ന് പറയുന്ന വെക്ടറാണ്, ഇത് അതിന്റെ ഹെഡാണ്, ഇത് അതിന്റെ ടെയിലാണ്. രണ്ടാമത്തെ വെക്ടർ ക്യൂവിനെ, രണ്ടാമത്തെ വെക്ടർ ക്യൂ ഇങ്ങനെയാണ് ഇരിക്കുന്നത്. ഈ ക്യൂവിനെ നമ്മൾ എവിടെ എടുത്തുകൊണ്ട് പോയാലും ഈ ക്യൂവിന്റെ ആംഗിൾ മാറില്ല, ചരിയാൻ പാടില്ല. കാര്യം വെക്ടറിന് കൃത്യമായിട്ട് ഡയറക്ഷൻ ഉള്ളതാണ്. ഇപ്പോൾ വെക്ടർ ഇങ്ങനെ ഇരുന്നാൽ എല്ലായിടത്തും കൊണ്ടുപോയാലും വെക്ടറിന് ഇങ്ങനെ നമുക്ക് വെച്ചേക്കാൻ പറ്റും. ഇങ്ങനെ കൊണ്ടുപോയിട്ട് ഇങ്ങനെയൊന്നും കൊണ്ട് മാറ്റാൻ നമ്മളെ കൊണ്ട് പറ്റില്ല. കാര്യം വെക്ടറിന് കൃത്യമായ ഡയറക്ഷൻ ഉള്ളതാണ്. ക്യൂ എന്ന് പറയുന്ന വെക്ടറിനെ എടുത്താൽ അത് ഈ ഡയറക്ഷൻ ഇതുപോലെ കണ്ടിരിക്കണം. അപ്പോൾ ക്യൂവിനെ എടുത്തതായി ഇവിടെ കൊണ്ടുവയ്ക്കണം, ഇവിടെ കൊണ്ടുവയ്ക്കണം. ഇവിടെ കൊണ്ട് വെച്ച് കഴിഞ്ഞാൽ എങ്ങനെ കിട്ടും? ഇതാ ഇതുപോലെ ഇരിക്കും. ഇവിടെ കൊണ്ട് വെച്ച് കഴിഞ്ഞാൽ ഇതുപോലെ ഇരിക്കും. ഇതാണ് ക്യൂ. എങ്ങനെ വെക്കണം നമ്മൾ? ഒരു വെക്ടറിന്റെ ടെയില് മറ്റൊരു വെക്ടറിന്റെ ഹെഡിൽ വരുന്ന രീതിയിൽ വെക്കണം. ഒരു വെക്ടറിന്റെ ടെയില് അല്ലെങ്കിൽ രണ്ടാമത്തെ വെക്ടറിന്റെ ടെയില് ആദ്യത്തെ വെക്ടറിന്റെ ഹെഡിൽ വരുന്ന രീതിയിൽ വെച്ച് കഴിഞ്ഞാൽ ഇതൊരു ട്രയാങ്കിളിന്റെ രണ്ട് വശങ്ങളായിട്ട് കിട്ടും. അങ്ങനെ ട്രയാങ്കിളിൽ രണ്ട് വശങ്ങളായിട്ട് കിട്ടിയാൽ മൂന്നാമത്തെ വശം റിസൾട്ടന്റിനെ തരും. മൂന്നാമത്തെ വശം ആരെ തരും? റിസൾട്ടന്റിനെ തരും. R is equal to വെക്ടർ P പ്ലസ് വെക്ടർ Q. അപ്പോൾ ഇനിയിപ്പോൾ മൂന്നാമത്തെ വെക്ടറിന്റെ ഡയറക്ഷൻ എങ്ങനെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എങ്ങനെയായിരിക്കും? ഈ വെക്ടർ അങ്ങോട്ടാണ് പോകുന്നത്, ഈ വെക്ടർ ഇങ്ങോട്ടാണ് പോകുന്നത്. കൃത്യമായി ഇതിന്റെ ഡയറക്ഷൻ അങ്ങോട്ട് തന്നെ ആയിരിക്കും. ശരിയല്ലേ? പക്ഷേ ഒരു കാര്യം ശ്രദ്ധിച്ചു നോക്കി, പിയും ക്യൂവിന്റെയും ഡയറക്ഷൻ ഇങ്ങനെയാണ് പോകുന്നത്. ശരിയല്ലേ? എന്ന് വെച്ചാൽ ആന്റി ക്ലോക്ക് വൈസ് ഡയറക്ഷനിലാണ് പിയുടെയും ക്യൂവിന്റെയും ഡയറക്ഷൻ പോകുന്നത്. പക്ഷേ റിസൾട്ടന്റിന്റെ ഡയറക്ഷൻ പോകുന്നത് എങ്ങോട്ടാണ്? റൈറ്റിലേക്കാണ്. അത് ക്ലോക്ക് വൈസ് ആണ്, ഇത് ആന്റി ക്ലോക്ക് വൈസ്. അപ്പൊ നമ്മൾ എന്ത് പറയും? രണ്ട് വെക്ടേഴ്സിനെ
ട്രയാങ്കിളിന്റെ രണ്ട് സൈഡ് വരുന്ന രീതിയിൽ വെച്ച് കഴിഞ്ഞാൽ മൂന്നാമത്തെ സൈഡ് ഇൻ ഓപ്പോസിറ്റ് ഡയറക്ഷൻ ഗീവ്സ് ദ റിസൾട്ടന്റ് ഓഫ് ദ വെക്ടേഴ്സ്. ഒന്നുകൂടെ പറയുന്നു, ട്രയാങ്കുലർ ലോ ഓഫ് വെക്ടർ അഡീഷൻ പറയുന്നത് എന്താണ്? രണ്ട് വെക്ടേഴ്സിനെ ട്രയാങ്കിളിന്റെ രണ്ട് വശങ്ങൾ ആയിട്ട് വെച്ച് കഴിഞ്ഞാൽ, ട്രയാങ്കിളിന്റെ രണ്ട് വശങ്ങളാവുന്ന രീതിയിൽ വെച്ച് കഴിഞ്ഞാൽ മൂന്നാമത്തെ വശം ഇൻ ഓപ്പോസിറ്റ് ഡയറക്ഷൻ ഗീവ്സ് ദ റിസൾട്ടന്റ് വെക്ടർ. മൂന്നാമത്തെ വശം ആരെ തരും? റിസൾട്ടന്റ് വെക്ടറിനെ തരും. ഒരു കുഞ്ഞ് എക്സാമ്പിളോട് നോക്കാം നമ്മൾ. അതാ ഇതൊരു വെക്ടർ ഉണ്ട്, എക്സ് എന്ന് പറയുന്ന വെക്ടർ ഉണ്ട്, ഇതെന്ന് പറയുന്ന വെക്ടർ ഉണ്ട്, വൈ എന്ന് പറയുന്ന വെക്ടർ ഉണ്ട്. ഇതിനെ ഉപയോഗിച്ചുകൊണ്ട് എനിക്ക് ആരെ കണ്ടുപിടിക്കണം? റിസൾട്ടന്റ് കണ്ടുപിടിക്കണം. അപ്പം എങ്ങനെയാണെന്ന് അറിഞ്ഞുകൂടാ. അപ്പം നമ്മൾ എന്ത് ചെയ്യും? ആദ്യം എക്സിനെ പിടിച്ചിവിടെ കൊണ്ടുവയ്ക്കും. എക്സിനെ കൊണ്ടുവരുമ്പോഴെന്താണ്? ഡയറക്ഷൻ ഒന്നും മാറാൻ പാടില്ല, അതുപോലെ തന്നെ ഇരിക്കണം. അപ്പം എക്സിനെ നമ്മൾ ഇവിടെ വെച്ചു. ഇത് എക്സ്. ഇനി നമ്മൾ ആരെ കൊണ്ടുവരണം? വൈയെ കൊണ്ടുവരണം. വൈയെ കൊണ്ടുവരുമ്പോഴത്തേക്കും ഡയറക്ഷൻ മാറാൻ പാടില്ല, ഇതുപോലെ തന്നെ കൊണ്ടുവയ്ക്കണം. അപ്പം നമ്മൾ എങ്ങനെ വയ്ക്കും? ഒന്നിന്റെ ടെയില് മറ്റൊരുണ്ട് അതിന്റെ ഹെഡിൽ വരണം. ഇങ്ങനെ വെച്ചു. ഇതാണ് വൈ. ആരാണ് റിസൾട്ടന്റ്? അതർ സൈഡ്. ഡയറക്ഷൻ എങ്ങനെയായിരിക്കും? ഇത് രണ്ടും പോകുന്നത് ആന്റി ക്ലോക്ക് വൈസ്. ഇതിന്റെ ഡയറക്ഷൻ എങ്ങോട്ടായിരിക്കും? ക്ലോക്ക് വൈസ് ആയിരിക്കും. അപ്പൊ ഇതാണ് റിസൾട്ടന്റ്. ആർ ഈസ് ഈക്വൽ ടു എക്സ് പ്ലസ് വൈ. പിടികിട്ടി കാണുമല്ലോ എന്താണ് ട്രയാങ്കുലർ ലോ ഓഫ് വെക്ടർ അഡീഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ? ട്രയാങ്കുലർ ലോ ഓഫ് വെക്ടർ അഡീഷൻ സ്റ്റേറ്റ്സ് ദാറ്റ് if two vectors are taken such that they represent the two sides of a triangle, then the resultant vector is represented by the third side taken in opposite direction. നല്ലപോലെ ആലോചിച്ച് നോക്കുക. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കുക. ട്രയാങ്കുലർ ലോ നമ്മൾ പഠിച്ചു. അടുത്ത പഠിക്കേണ്ട പാരലലോഗ്രാം ലോ ഓഫ് വെക്ടർ അഡീഷൻ. എന്താണ് പാരലലോഗ്രാം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഒരു ക്വാഡ്രിലാറ്ററലാണ്, 4 വശങ്ങളുള്ള ഒരു ഫിഗറാണ് പാരലലോഗ്രാം എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിന്റെ പ്രത്യേകത എന്തെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഓപ്പോസിറ്റ് ആയിട്ടുള്ള സൈഡ്സ് ഈക്വലും ആയിരിക്കും പാരലലും ആയിരിക്കും. ഓപ്പോസിറ്റ് ആയിട്ടുള്ള സൈഡ്സ് ഈക്വലും ആയിരിക്കും പാരലലും ആയിരിക്കും. അങ്ങനെയുള്ള ഒരു ക്വാഡ്രിലാറ്ററലിനെ വിളിക്കുന്ന പേരാണ് പാരലലോഗ്രാം. ഇതൊരു പാരലലോഗ്രാം ആണോ? ഇതൊരു റെക്റ്റാങ്കിൾ ആണ്. റെക്റ്റാങ്കിൾ ആണ് ഞാൻ വരച്ചേക്കുന്നത്. എല്ലാം 90 ഡിഗ്രിയാണ് വരച്ചപ്പോൾ ചെറുതായി ചരിഞ്ഞു പോയതാണ്. എങ്കിൽ ഇതൊരു റെക്റ്റാങ്കിൾ ആണ്. ഇതൊരു പാരലലോഗ്രാം ആണോ? ആണോ എന്ന് നോക്കാൻ നമ്മൾ എന്ത് ചെയ്യണം? ഓപ്പോസിറ്റ് സൈഡ് ഈക്വൽ ആണോ എന്ന് നോക്കണം. ആണ്. ഇതും അതും ഈക്വൽ ആണോ? ആണ്. പാരലൽ ആണോ? ആണ്. എങ്കിൽ ഇതൊരു പാരലലോഗ്രാം ആണ്. റെക്ടാങ്കിൾ ഈസ് എ പാരലലോഗ്രാം. റെക്ടാങ്കിൾ എന്ന് പറഞ്ഞാൽ എന്ത് തന്നെയാണ്? ഒരു പാരലലോഗ്രാം തന്നെയാണ്. ഇനി ഒരു സ്ക്വയർ ആണെങ്കിലോ? ഇതൊരു സ്ക്വയർ ആണ്. സ്ക്വയർ പാരലലോഗ്രാം ആണോ എന്ന് ചോദിച്ചാലോ? ഓപ്പോസിറ്റ് സൈഡ് സെയിം ആണോ എന്ന് നോക്കണം. ആണ്. ഇത് രണ്ടും സെയിം ആണ്. ഇതും പാരലൽ ആണോ? ആണ്. ഇതും പാരലൽ ആണോ? ആണ്. എങ്കിൽ സ്ക്വയർ എന്ന് പറഞ്ഞാലും ആര് തന്നെയാണ്? ഒരു പാരലലോഗ്രാം തന്നെയാണ്. അപ്പൊ എന്താണ് പാരലലോഗ്രാം? ഓപ്പോസിറ്റ് സൈഡ്സ് ഈക്വലും പാരലലുമായിട്ടുള്ള 4 സൈഡുള്ള ഒരു ഫിഗറിനെ വിളിക്കുന്ന പേര്, അല്ലെങ്കിൽ ഈക്വലും ഓപ്പോസിറ്റുമായിട്ടുള്ള സൈഡ്സ് ഉള്ള ഒരു ക്വാഡ്രിലാറ്ററലിനെ വിളിക്കുന്ന പേരാണ് പാരലലോഗ്രാം എന്ന് വിളിക്കുന്നത്. ഓക്കെ, നമുക്ക് പാരലലോഗ്രാം ലോ ഓഫ് വെക്ടർ അഡീഷൻ എന്താണെന്ന് നോക്കാം. എൻ്റെ കയ്യിൽ നേരത്തെ നമ്മൾ എടുത്തതുപോലെ തന്നെ പി എന്ന് പറയുന്നൊരു വെക്ടർ ഉണ്ട്, ഇവിടെ ക്യൂ എന്ന് പറയുന്നൊരു വെക്ടർ ഉണ്ട്. അപ്പോൾ നമുക്കിത് അഡീഷൻ ചെയ്യുകയാണ്. പാരലലോഗ്രാം മെത്തേഡ് ഉപയോഗിച്ചുകൊണ്ട് നമ്മൾ ആഡ് ചെയ്യാൻ ശ്രമിക്കുകയാണ്. എന്ത് ചെയ്യണം? ആദ്യത്തെ പോലെ തന്നെ പി എന്ന് പറയുന്ന വെക്ടറിനെ അനങ്ങാതെ എന്ന് വെച്ചാൽ ഡയറക്ഷൻ മാറാതെ ഇവിടെ കൊണ്ടുവയ്ക്കുക. ഇവിടെ കൊണ്ടുവയ്ക്കുമ്പോൾ പി എന്ന് പറയുന്ന വെക്ടറിനെ അതുപോലെ കിട്ടി. അപ്പോൾ പി എന്ന് പറയുന്ന വെക്ടറിന്റെ ഹെഡ് ഇതാണെന്നും ടെയിൽ ഇതാണെന്നും നമുക്കറിയാം. ഇനി അടുത്ത ക്യൂ എന്ന് പറയുന്ന വെക്ടറിനെ എടുക്കുക. ക്യൂ എന്ന് പറയുന്ന വെക്ടറിനെ ആദ്യം നമ്മൾ വെച്ച് ഇവിടെയാണ് വെച്ചത്. ഇനി ക്യൂ എന്ന് പറയുന്ന വെക്ടറിനെ എടുത്ത് ഇവിടെ വയ്ക്കുക. ഇവിടെ വെച്ച് കഴിഞ്ഞാൽ എന്ത് കിട്ടും? ഇങ്ങനെ കിട്ടും. അപ്പോൾ ഇത് ക്യൂ എന്ന് പറയുന്ന വെക്ടർ, ഇത് അതിന്റെ ടെയിലാണ്, ഇത് അതിന്റെ ഹെഡാണ്. എങ്ങനെ വെച്ചു? ആദ്യം നമ്മൾ വെച്ചത് ഇങ്ങനെയാണ് വെച്ചത്. അപ്പോൾ ഇതിന്റെ ഹെഡും മറ്റേതിന്റെ ടെയിലും വരുന്ന രീതിയിലാണ് വെച്ചത്. ഇപ്പൊ നമ്മൾ എങ്ങനെയാണ് വെക്കുന്നത്? രണ്ട് വെക്ടേഴ്സിന്റെയും ടെയിൽ ഒരുമിച്ച് വരുന്ന രീതിയിൽ വെക്കുന്നു. രണ്ട് വെക്ടേഴ്സിന്റെയും ടെയിൽ ഒരുമിച്ച് വരുന്ന രീതിയിൽ വെക്കുന്നു. അങ്ങനെ വെച്ചതിന് ശേഷം ഇതിനെ ഞാനങ്ങ് കംപ്ലീറ്റ് ചെയ്യുന്നു. ഈ ക്യൂവിന്റെ ഒരു പകർപ്പെടുത്ത് ഡ്യൂപ്ലിക്കേറ്റ് എടുത്ത് ഇവിടെ വയ്ക്കുന്നു. ക്യൂവിന്റെ ഡ്യൂപ്ലിക്കേറ്റ് ഇവിടെ വയ്ക്കുന്നു. ഇപ്പൊ എന്ത് കിട്ടും? ഇത് ക്യൂ ആണ്, ശരിയല്ലേ? ഇനി പിയുടെ ഒരു ഡ്യൂപ്ലിക്കേറ്റ് എടുത്ത് ഇവിടെ വയ്ക്കുന്നു. ഇപ്പൊ എന്ത് കിട്ടും? ഇത് പി ആണ്. ഇപ്പൊ എന്ത് കംപ്ലീറ്റ് ആയി? ഒരു പാരലലോഗ്രാം കംപ്ലീറ്റ് ആയി. ഒരു പാരലലോഗ്രാം കംപ്ലീറ്റ് ആയിരിക്കുകയാണ്. ഇങ്ങനെ ഒരു പാരലലോഗ്രാം കംപ്ലീറ്റ് ആയി കഴിഞ്ഞാൽ ഇതിന്റെ രണ്ടിന്റെയും കൂടെ ടെയിൽ വരുന്ന സ്ഥലത്ത്, ഇതിന്റെ രണ്ടിന്റെയും കൂടെ ജോയിന്റ് ആയിരിക്കുന്ന സ്ഥലത്ത് നിന്നൊരു ഡയഗണൽ വരച്ചു കഴിഞ്ഞാൽ ഈ ഡയഗണലാണ് റിസൾട്ടന്റ്. എന്താ ചെയ്തത്? പാരലലോഗ്രാം ലോയിൽ ചെയ്തത് രണ്ട് വെക്ടേഴ്സിനെ എടുത്തിട്ട്
പാരലലോഗ്രാമിന്റെ അഡ്ജസന്റ് സൈഡുകളായി വെച്ച് കഴിഞ്ഞാൽ ആ പാരലലോഗ്രാമിന്റെ ഡയഗണൽ ഏത് ഡയഗണലാണ്? അതിന്റെ കോമൺ പോയിന്റിലൂടെ പോകുന്ന ഡയഗണൽ അതിന്റെ എന്തിനെ തരുന്നു? റിസൾട്ടന്റിനെ തരുന്നു. പിടികിട്ടിയോ? ഓക്കെ. ഇനി നമുക്ക് നേരത്തെ ചെയ്ത പോലെ ഒരു എക്സാമ്പിളോട് നമുക്ക് നോക്കാം, ഒരു കുഞ്ഞുദാഹരണം കൂടെ നോക്കാം. ഇതാ ഇങ്ങനെ ഇരിക്കുന്ന ഒരു വെക്ടർ ഉണ്ട്, ഇത് എക്സ് ആണ്. ഇങ്ങനെ ഇരിക്കുന്ന ഒരു വെക്ടർ ഉണ്ട്, ഇത് വൈ ആണ്. ഇതിന് നമുക്ക് പാരലലോഗ്രാം ലോയിലും ചെയ്ത് നോക്കാം എന്താണെന്നുള്ളത്. പാരലലോഗ്രാം ലോയിൽ ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും? ആദ്യം നമ്മൾ എക്സിനെ എടുത്ത് ഇവിടെ കൊണ്ടുവയ്ക്കണം. എക്സിനെ എടുത്ത് ഇവിടെ കൊണ്ടുവച്ചാൽ ഇതുപോലെ കിട്ടും. മാറാനൊന്നും പാടില്ല അല്ലേ? ഡയറക്ഷൻ മാറാനൊന്നും പാടില്ല. ഡയറക്ഷൻ മാഗ്നിറ്റ്യൂഡ് ഒന്നും മാറാൻ പാടില്ല. ഇവിടെ കൊണ്ടുവച്ചു. വൈ എടുത്ത് ഇവിടെ കൊണ്ടുവയ്ക്കണം. രണ്ടും തുടങ്ങുന്ന ഒരേ പോയിന്റിലായിരിക്കണം. അപ്പോൾ വൈ അതുപോലെ എടുത്ത് ഇവിടെ കൊണ്ടുവയ്ക്കണം. വൈ അതുപോലെ ഇവിടെ കൊണ്ടുവച്ചു. പിന്നെ നമ്മൾ എന്താ ചെയ്യുന്നത്? വൈയുടെ ഒരു ഡ്യൂപ്ലിക്കേറ്റിന് ഇവിടെ ഉണ്ടാക്കി വയ്ക്കും. വൈയുടെ ഡ്യൂപ്ലിക്കേറ്റ്, എക്സിന്റെ ഒരു ഡ്യൂപ്ലിക്കേറ്റ് ഇവിടെ ഉണ്ടാക്കി വയ്ക്കും. എന്തുകൊണ്ടാണ് നമ്മൾ ഈ എക്സിന്റെ ഡ്യൂപ്ലിക്കേറ്റ് ഒക്കെ എടുത്ത് അവിടെ വയ്ക്കുന്നത്? കാരണം പാരലലോഗ്രാമാണ് ഉണ്ടാക്കേണ്ടത്. അപ്പോൾ ഈ സൈഡും തുല്യം കിട്ടണം, ഈ സൈഡും തുല്യം കിട്ടണം. അതിനുവേണ്ടി ഇതിനെ എടുത്ത് ഇവിടെ കൊണ്ടുവയ്ക്കുന്നു. ഇനി എന്താ റിസൾട്ടന്റ്? ഡയഗണലാണ്. അപ്പൊ ഇങ്ങനെ ഒരു ഡയഗണൽ കിട്ടും, ഇങ്ങനെ ഒരു ഡയഗണൽ കിട്ടും. ഏതെടുക്കും നമ്മൾ? രണ്ടിന്റെയും കൂടെ ഒറിജിനിൽ നിന്ന് തുടങ്ങുന്ന ഡയഗണൽ. ഈ ഡയഗണലാണ് റിസൾട്ടന്റ് എക്സ് പ്ലസ് വൈ. ഇതാണ് പാരലലോഗ്രാം ലോ എന്ന് പറയുന്നത്. ഒന്നുകൂടെ വലുതായിട്ട് വരയ്ക്കാം പാരലലോഗ്രാം ലോയെ. പാരലലോഗ്രാം ലോയെ വലുതായിട്ട് വരച്ചു കഴിഞ്ഞാൽ ഇത് നമ്മുടെ പി എന്ന് പറയുന്ന വെക്ടർ, ഇത് നമ്മുടെ ക്യൂ എന്ന് പറയുന്ന വെക്ടർ. ഇനി നമ്മൾ എന്ത് ചെയ്യും? ക്യൂവിനെ ഇവിടെ ഒന്ന് ഡ്യൂപ്ലിക്കേറ്റ് ചെയ്യും അല്ലേ? ക്യൂവിനെ ഇവിടെ ഒന്ന് ഡ്യൂപ്ലിക്കേറ്റ് ചെയ്താൽ ഇത് ക്യൂ ആണ്. പി നമ്മൾ മുകളിൽ ഡ്യൂപ്ലിക്കേറ്റ് ചെയ്യും, ഇത് പി ആണ്. ഇതാണ് അതിന്റെ റിസൾട്ടന്റ്. ആർ ഈസ് ഈക്വൽ ടു പി പ്ലസ് ക്യൂ. ഡയറക്ഷൻ എങ്ങോട്ടായിരിക്കും? ഇതും അങ്ങോട്ടാണ്, ഇതും അങ്ങോട്ടാണ്. കൃത്യമായി ഇങ്ങോട്ട് തന്നെ ആയിരിക്കും. സൂക്ഷിച്ച് നോക്കിക്കഴിഞ്ഞാൽ ഇത് വെക്ടർ ക്യൂ അല്ലേ? ഇതിനെ അങ്ങ് മാറ്റി നിർത്തിയേ, ഇത്ര ഭാഗത്തിനെ അങ്ങ് മാറ്റി നിർത്തിയേ. ഇത്ര ഭാഗത്തിനെ മാറ്റി നിർത്തിയാൽ ഇതൊരു ട്രയാങ്കുലർ ലോ അല്ലേ? പി എന്ന് പറയുന്ന വെക്ടർ, ക്യൂ എന്ന് പറയുന്ന വെക്ടർ, പി എന്ന് പറയുന്ന വെക്ടറിന്റെ ടൈലിൽ കൊണ്ടുവച്ചു. ശേഷം ഇത് ട്രയാങ്കുലർ ലോ ആയി. അപ്പൊ പാരലലോഗ്രാം ലോയുടെ അകത്ത് ആര് കിടപ്പുണ്ട്? ട്രയാങ്കുലർ ലോ കിടപ്പുണ്ട്. മനസ്സിലാക്കിയാൽ മതി. പാരലലോഗ്രാം ലോ പറയുന്നത് എന്താണ്? വെക്ടേഴ്സിനെ പാരലലോഗ്രാമിന്റെ അഡ്ജസന്റ് സൈഡായി എടുത്തു കഴിഞ്ഞാൽ ആ പാരലലോഗ്രാമിന്റെ ഡയഗണൽ, കോമൺ പോയിന്റിലൂടെ പോകുന്ന ഡയഗണൽ ആര് തരും? റിസൾട്ടന്റ് ഓഫ് ദ വെക്ടേഴ്സിന് തരും. ട്രയാങ്കുലർ ലോയും പാരലലോഗ്രാമിലായും അത്രയും പ്രാധാന്യമുള്ളതാണ്. ഒരുപാട് വട്ടം പരീക്ഷയ്ക്ക് ചോദിക്കുന്നതാണ്. നല്ലപോലെ ശ്രദ്ധിക്കുക. ഇപ്പോൾ നമ്മൾ രണ്ട് ലോസ് എല്ലാം പഠിച്ചു. ഏതൊക്കെയാണ്? ട്രയാങ്കുലർ ലോയും പാരലലോഗ്രാം ലോയും എല്ലാം പഠിച്ചു. അപ്പോൾ ഒരു എക്സാമിന് ചോദിച്ചു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ഒരു പ്രോബ്ലം ചോദിച്ചു കഴിഞ്ഞാൽ, ഈ ഒരു മെത്തേഡ് ഉപയോഗിച്ചുകൊണ്ട്, ട്രയാങ്കുലർ ലോ ഉപയോഗിച്ചുകൊണ്ടോ പാരലലോഗ്രാം ലോ ഉപയോഗിച്ചുകൊണ്ടോ കണ്ടുപിടിക്കുക എന്നുള്ളത് കുറച്ച് പ്രയാസമുള്ളതാണ്. എന്തുകൊണ്ട് പ്രയാസമാവുന്നു ചോദിച്ചാൽ, നമ്മളൊരു വെക്ടറിനെ വരയ്ക്കണം, അതിന് ആംഗിളൊന്നും മാറാതെ ട്രയാങ്കുളോ പാരലലോഗ്രാം എല്ലാം കൺസിഡർ ചെയ്യണം, വരച്ചെടുക്കണം, അതിൻ്റെ ഡയഗണൽ മെഷർ ചെയ്യണം. അതൊക്കെ കുറച്ച് ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. അപ്പോൾ ഇതൊന്നും ഇല്ലാതെ മാത്സിന്റെ ഇക്വേഷൻ ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് റിസൾട്ടന്റിനെ കണ്ടുപിടിക്കാൻ എന്തെങ്കിലും വഴിയുണ്ടോ? അതാണ് നമ്മളിവിടെ നോക്കുന്നത്. യൂസിങ് അനലിറ്റിക്കൽ മെത്തേഡ്. അനലിറ്റിക്കൽ മെത്തേഡ് കൊണ്ട് എങ്ങനെയാണ് കണ്ടുപിടിക്കുന്നത് നമുക്ക് നോക്കാം. അത് പഠിക്കാൻ വേണ്ടിയിട്ട് കുറച്ച് കുഞ്ഞു കുഞ്ഞു കാര്യങ്ങൾ ഇവിടെ നോക്കുന്നു. കുറച്ച് കുഞ്ഞു കുഞ്ഞു കാര്യങ്ങൾ ഇവിടെ പറയുകയാണ്. ഒന്നാമത്തെ കാര്യം, ഒരു റൈറ്റ് ട്രയാങ്കിൾ എടുത്തു കഴിഞ്ഞാൽ 90 ഡിഗ്രിയാണ്. ABC എന്ന് പേര് കൊടുക്കുക. ഇത് ആംഗിൾ തീറ്റ ആയിട്ട് എടുത്തു കഴിഞ്ഞാൽ ഇവിടെ നിന്ന് ഹൈപ്പോട്ടന്യൂസിന്റെ സ്ക്വയർ AC സ്ക്വയർ ഈസ് ഈക്വൽ ടു എന്തെന്ന് എഴുതാം? ബേസ് സ്ക്വയർ പ്ലസ് ആൾട്ടിറ്റ്യൂഡ് സ്ക്വയർ, AB സ്ക്വയർ പ്ലസ് BC സ്ക്വയർ. ഇനി ഇവിടെ ട്രിഗണോമെട്രിക് റേഷ്യോ ആയിട്ടുള്ള സൈൻ തീറ്റ എന്ന് പറഞ്ഞാൽ എന്തെന്ന് എഴുതാം? സൈൻ തീറ്റ ഈസ് ഈക്വൽ ടു, നമ്മൾ എന്ത് പഠിച്ചു? ഇത് പെർപെൻഡിക്കുലർ സൈഡ് എന്നറിയാം, ഇത് ബേസ് ആണെന്നറിയാം, ഇത് ഹൈപ്പോട്ടന്യൂസ് ആണെന്നറിയാം. സൈൻ തീറ്റ എന്ന് വെച്ചാൽ എന്താണ്? ഓപ്പോസിറ്റ് സൈഡ് ബൈ ഹൈപ്പോട്ടന്യൂസ് എന്ന് ചില ആൾക്കാർ പഠിച്ചിട്ടുണ്ടായിരിക്കും. ചില ആൾക്കാർ പെർപെൻഡിക്കുലർ സൈഡ് ബൈ ഹൈപ്പോട്ടന്യൂസ് എന്ന് പഠിച്ചിട്ടുണ്ടായിരിക്കും. എങ്ങനെയായാലും കുഴപ്പമില്ല. സൈൻ തീറ്റ എന്ന് വെച്ചാൽ എന്താണ്? BC ഡിവൈഡഡ് ബൈ AC. ഇനി കോസ് തീറ്റ എന്ന് പറഞ്ഞാൽ എന്താണ്? അഡ്ജസന്റ് സൈഡ് ബൈ ഹൈപ്പോട്ടന്യൂസ് എന്ന് പറഞ്ഞിട്ടുള്ള ആൾക്കാരും പഠിച്ചിട്ടുള്ള ആൾക്കാരും കാണും, ബേസ് ഡിവൈഡഡ് ബൈ ഹൈപ്പോട്ടന്യൂസ് എന്ന് പഠിച്ചിട്ടുള്ളവരും കാണും. എന്തോ ആയിക്കോട്ടെ, കോസ് തീറ്റ എന്ന് വെച്ചാൽ എന്താണ്? AB ഡിവൈഡഡ് ബൈ AC. ഇനി ടാൻ തീറ്റ എന്ന് പറഞ്ഞാൽ എന്താണ്? ടാൻ തീറ്റ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഓപ്പോസിറ്റ് സൈഡ് ബൈ അഡ്ജസന്റ് സൈഡ് എന്ന് പഠിച്ചിട്ടുള്ളവരും കാണും, P ബൈ B പെർപെൻഡിക്കുലർ സൈഡ് ബൈ ബേസ് എന്ന് പഠിച്ചിട്ടുള്ളവരും കാണും. അതും എന്തോ ആയിക്കോട്ടെ, നമുക്ക് എന്ത് മതി? BC ഡിവൈഡഡ് ബൈ AB എന്ന ഇക്വേഷൻ. അപ്പോൾ ഈ 4 എണ്ണം നമുക്കറിയാം. അതോടൊപ്പം A പ്ലസ് B ദ ഹോൾ സ്ക്വയർ എന്താണെന്ന് പഠിച്ചിട്ടുണ്ട് നമ്മൾ. A സ്ക്വയർ പ്ലസ് 2AB പ്ലസ് B സ്ക്വയർ എന്ന് പഠിച്ചിട്ടുണ്ട്.
ഇത്ര കാര്യങ്ങൾ വെച്ചിട്ട് നമ്മൾ അനലിറ്റിക്കൽ മെത്തേഡിലേക്ക് പോവുകയാണ്. അപ്പോൾ അനലിറ്റിക്കൽ മെത്തേഡ് പഠിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ 2 വെക്ടറിനെ എടുക്കുകയാണ്. അപ്പോൾ ഇതാ ഒന്നാമത്തെ ഒരു വെക്ടറിനെ എടുത്തു. ഇത് പി എന്ന് പറയുന്ന വെക്ടർ എന്ന് എടുക്കാം. പി എന്ന് പറയുന്ന വെക്ടറിൽ നിന്നും തീറ്റ ആംഗിളിൽ അടുത്തൊരു വെക്ടർ ക്യൂ എന്ന് പറയുന്ന ഒരു വെക്ടർ ഇവിടെ ഉണ്ട്. അപ്പോൾ പിയും ക്യൂവും തമ്മിൽ ഉണ്ടാക്കിയിരിക്കുന്ന ആംഗിൾ എത്രയാണ്? തീറ്റ ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. കുറച്ചുകൂടി നീട്ടി വരയ്ക്കാം. അതിനുശേഷം നമ്മൾ എന്താ ചെയ്യുന്നത്? പാരലലോഗ്രാം കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇതിനെയും കംപ്ലീറ്റ് ചെയ്യും അല്ലേ. ഇവിടെ ആര് വരും? ക്യൂ തന്നെ വരും. ഇത് ക്യൂ ആണ്. ഇവിടെ ആര് വരും? പി വരും. എന്താ റിസൾട്ടന്റ് നമ്മൾ പഠിച്ചത്? റിസൾട്ടന്റ് എന്ന് വെച്ചാൽ ഇതിന്റെ ഡയഗണലാണ്. ഇതാണ് റിസൾട്ടന്റ്. റിസൾട്ടന്റ് ഈസ് ഈക്വൽ ടു പി പ്ലസ് ക്യൂ. ഈ ഒരു ആംഗിൾ റിസൾട്ടന്റ് വെക്ടർ പിയുമായി ഉണ്ടാക്കുന്ന ആംഗിൾ ആൽഫ എന്ന് എടുത്തു. ഇനി ഞാൻ ചെയ്യാൻ പോകുന്നത് ഈ പി അങ്ങ് എക്സ്റ്റെൻഡ് ചെയ്യുന്നു. അതിനുശേഷം ഈ ഒരു പോയിന്റിലേക്ക് ഒരു പെർപെൻഡിക്കുലറിനെ വരച്ചു. ഇനി പേര് കൊടുക്കാം. ഒറിജിൻ ഒ, ഇവിടെ എ എന്ന് പറയുന്ന പോയിന്റ്, ഇവിടെ ബി എന്ന് പറയുന്ന പോയിന്റ്, ഇത് സി, ഇത് ഡി. ഇനി ഈ ഒരു ആംഗിൾ തീറ്റ ആണല്ലോ ക്യൂവും പിയും തമ്മിൽ ഉണ്ടാക്കുന്നത്. അപ്പോൾ ഈ ആംഗിൾ എത്ര തന്നെ ആയിരിക്കും? തീറ്റ തന്നെ ആയിരിക്കും. പ്രശ്നമില്ല നമുക്ക്. ഇനി നമുക്കിതാ ഈ ഒരു ആംഗിളിനെ ഞാൻ ബീറ്റ എന്ന് എടുക്കുന്നു. ചുമ്മാ എടുക്കുന്നതല്ല, അതിന് കാര്യമുണ്ട്. പക്ഷേ നമ്മൾ ഇപ്പം പഠിക്കില്ല, മുന്നോട്ട് പോകുന്ന സമയങ്ങളിൽ നമ്മൾ പഠിക്കും. അപ്പം ഇത്ര കാര്യങ്ങൾ ഇവിടെ നിൽക്കുകയാണ്. ഇനി ഞാൻ ഫസ്റ്റ് ചെയ്യാൻ പോകുന്ന കാര്യങ്ങൾ, ഈ ഒരു ട്രയാങ്കിൾ കൺസിഡർ ചെയ്യുന്നു. എ ഡി സി എന്ന ട്രയാങ്കിൾ കൺസിഡർ ചെയ്യുന്നു. ട്രയാങ്കിൾ എ ഡി സി. ഈ ട്രയാങ്കിൾ എ ഡി സിയിൽ നിന്നും കോസ് തീറ്റ എത്രയാണെന്ന് പറഞ്ഞേ? കോസ് തീറ്റ ഈസ് ഈക്വൽ ടു എ ഡി ഡിവൈഡഡ് ബൈ എ സി. അവിടെ നിന്ന് എ ഡിക്ക് ഒരു ഇക്വേഷൻ ഉണ്ടാക്കി എന്ത് കിട്ടും? എ ഡി ഈസ് ഈക്വൽ ടു എ സി കോസ് തീറ്റ. ഇനി ഒന്ന് സൂക്ഷിച്ചു നോക്കിയേ. എ സി എന്ന് പറഞ്ഞാൽ ആരാണ്? ക്യൂ അല്ലേ? എ സി എന്ന് പറഞ്ഞാൽ ആരാണ്? ക്യൂ ആണ്. അപ്പൊ എ ഡി ഈസ് ഈക്വൽ ടു എന്തെന്ന് കിട്ടും? ക്യൂ കോസ് തീറ്റ എന്ന് കിട്ടും. എ ഡി ഈസ് ഈക്വൽ ടു ക്യൂ കോസ് തീറ്റ എന്ന് കിട്ടും. പ്രശ്നമില്ലല്ലോ നമുക്ക്. ഇനി ഇവിടെ നിന്ന് ഈ ഒരു ട്രയാങ്കിളിൽ നിന്ന് തന്നെ പൈതഗോറസ് തിയറം അപ്ലൈ ചെയ്ത് എ സി സ്ക്വയർ ഈസ് ഈക്വൽ ടു എന്തെഴുതാം? എ സി സ്ക്വയർ ഈസ് ഈക്വൽ ടു എ ഡി സ്ക്വയർ പ്ലസ് സി ഡി സ്ക്വയർ. അവിടെ നിന്നോട്ടെ. ഇനി നമ്മൾ പോകുന്നത് അടുത്ത ട്രയാങ്കിൾ ഒ ഡി സി എന്ന റൈറ്റ് ട്രയാങ്കിളിലേക്ക്. ട്രയാങ്കിൾ ഒ ഡി സി. ഈ ഒ ഡി സി എന്ന ട്രയാങ്കിളിൽ ഒന്ന് പൈതഗോറസ് തിയറം അപ്ലൈ നോക്കാൻ എന്ത് കിട്ടും? ഒ സി സ്ക്വയർ ഈസ് ഈക്വൽ ടു ബേസിന്റെ സ്ക്വയർ ഒ ഡി സ്ക്വയർ പ്ലസ് സി ഡി സ്ക്വയർ. ഡി സി സ്ക്വയർ എന്ന് വേണമെങ്കിലും എടുക്കാം. നമ്മൾ സി ഡി സ്ക്വയർ എന്ന് എടുത്തു. ഇനി നോക്കിയേ, ഒ ഡി എന്ന് വെച്ചാൽ എന്താണ്? ഒ ഡി എനിക്കൊന്ന് സ്പ്ലിറ്റ് ചെയ്ത് ഒ എ പ്ലസ് എ ഡി എന്ന് എഴുതാവൂ. ടോട്ടലിന് പകരം ഇത്ര പ്ലസ് ഇത്ര എന്ന് എഴുതി. എന്ത് കിട്ടും? ഒ എ പ്ലസ് എ ഡി ദ ഹോൾ സ്ക്വയർ പ്ലസ് സി ഡി സ്ക്വയർ എന്ന് എഴുതി. ഒ സി സ്ക്വയർ ഈസ് ഈക്വൽ ടു ഒ എ പ്ലസ് എ ഡി ദ ഹോൾ സ്ക്വയർ പ്ലസ് സി ഡി സ്ക്വയർ എന്ന് എഴുതി. ഇനി നമുക്ക് ബ്രാക്കറ്റ് അങ്ങ് ഓപ്പൺ ചെയ്തിവിടെ എന്താണ്? ഒ സി സ്ക്വയർ ഈസ് ഈക്വൽ ടു എ പ്ലസ് ബി ദ ഹോൾ സ്ക്വയർ പ്രകാരം ഒ എ സ്ക്വയർ പ്ലസ് 2OA AD പ്ലസ് എ ഡി സ്ക്വയർ പ്ലസ് സി ഡി സ്ക്വയർ. ശരിയല്ലേ? ഇവിടെ എ ഡി സ്ക്വയർ പ്ലസ് സി ഡി സ്ക്വയർ കിടക്കുന്ന കണ്ടോ? എ ഡി സ്ക്വയർ പ്ലസ് സി ഡി സ്ക്വയർ എന്ന് കിടക്കുന്ന കണ്ടല്ലോ. അതെന്ന് പറഞ്ഞാൽ ആരാടെ? എ ഡി സ്ക്വയർ പ്ലസ് സി ഡി സ്ക്വയർ എന്ന് പറഞ്ഞാൽ എ സി സ്ക്വയർ. അപ്പൊ എന്തെഴുതാം? ഒ സി സ്ക്വയർ ഈസ് ഈക്വൽ ടു ഒ എ സ്ക്വയർ പ്ലസ് 2OA AD പ്ലസ് ഇതിന് പകരം എ സി സ്ക്വയർ. ഇനി നമുക്ക് നോക്കിയേ, ഒ സി എന്ന് പറഞ്ഞാൽ ആരാണ്? ഒ മുതൽ സി വരെയുള്ള ലെങ്ത് എന്ന് വെച്ചാൽ 6 ആണ് അല്ലേ റിസൾട്ടന്റ്. ദെൻ ആർ സ്ക്വയർ ഈസ് ഈക്വൽ ടു ഒ എ എന്ന് പറഞ്ഞാൽ ആരാണ്? ഒ എയുടെ ഒ എന്ന് വെച്ചാൽ പി ആണ് അല്ലേ. ഒ എയുടെ സ്ക്വയർ ആകുമ്പോഴത്തേക്ക് പി സ്ക്വയർ പ്ലസ് 2 ഇൻറ്റു ഒ എ ആരാണ്? പി തന്നെയാണ് അല്ലേ. പി ഇൻറ്റു എ ഡി. എവിടെ? എ ഡി എന്ന് പറഞ്ഞാൽ ഈ ലെങ്ത് ആണ്. ഇതിന് നമ്മൾ ഇവിടെ കണ്ടുപിടിച്ച് വെച്ചിട്ടുണ്ട് ക്യൂ കോസ് തീറ്റ. എന്താണ്? ക്യൂ കോസ് തീറ്റ പ്ലസ് എ സി എവിടെ? എ സി എന്ന് വെച്ചാൽ ആരാണ്? ക്യൂ പ്ലസ് ക്യൂ സ്ക്വയർ. ഒന്ന് ഓർഡർ ചെയ്ത് എഴുതിയാൽ ആർ സ്ക്വയർ ഈസ് ഈക്വൽ ടു പി സ്ക്വയർ പ്ലസ് ക്യൂ സ്ക്വയർ പ്ലസ് 2PQ കോസ് തീറ്റ. ഇത് ആറിന്റെ സ്ക്വയർ അല്ലേ? കണ്ടുപിടിക്കാനുള്ള എന്താണ്? ആർ റിസൾട്ടന്റ്. എന്ന് പറഞ്ഞാൽ എന്ത് കിട്ടും? പി സ്ക്വയർ പ്ലസ് ക്യൂ സ്ക്വയർ പ്ലസ് 2PQ കോസ് തീറ്റ
റിസൾട്ടന്റ് വെക്ടർ കണ്ടുപിടിക്കുന്ന ഒരു ഇക്വേഷൻ നമ്മൾ ഉണ്ടാക്കി വെച്ചു. ഒന്നാമത്തെ വെക്ടറും രണ്ടാമത്തെ വെക്ടറും അവർ തമ്മിലുള്ള ആംഗിളും ഉണ്ടെങ്കിൽ നമുക്ക് റിസൾട്ടന്റ് കണ്ടുപിടിക്കാം. ബൈ ഏത് ഇക്വേഷൻ? R is equal to root of p square plus q square plus 2pq cos theta എന്ന ഇക്വേഷൻ ഉപയോഗിച്ചുകൊണ്ട് കണ്ടുപിടിക്കാം. പ്രൂഫും ചോദിക്കുന്നതാണ്, ഇത് വെച്ചിട്ട് പ്രോബ്ലവും ചോദിക്കുന്നതാണ്. നല്ലപോലെ മനസ്സിലാക്കി നോക്കുക. ഇനി നമുക്ക് നോക്കേണ്ടത് ഇതിന്റെ ഡയറക്ഷൻ എന്താണെന്നുള്ളത്. അപ്പോൾ ഒരു വെക്ടറിന്റെ ഡയറക്ഷൻ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ കണ്ടുപിടിക്കാനായിട്ടുള്ളത് ദാ ഈ ഒരു ആംഗിള്, ഏത് ആംഗിളിലാണ് റിസൾട്ടന്റ് പോകുന്നതെന്നാണ് കണ്ടുപിടിക്കേണ്ടത്. ഏത് ആംഗിളിലാണ് റിസൾട്ടന്റ് പോകുന്നത് കണ്ടുപിടിക്കണം. ആംഗിൾ കണ്ടുപിടിക്കാൻ ഞാൻ അധികമായി ഒന്നും പറയുന്നില്ല. ഡയറക്ഷൻ ഓഫ് R കണ്ടുപിടിക്കാൻ ടാൻ ആൽഫ എടുക്കുന്നു. ഡയറക്ഷൻ ഓഫ് R കണ്ടുപിടിക്കാൻ ടാൻ ആൽഫ എടുക്കുന്നു. വേണമെങ്കിൽ സ്ലോപ്പ് ആണെന്നും സങ്കല്പിക്കാം, തെറ്റല്ല. ടാൻ ആൽഫ എടുക്കുന്നു. ടാൻ ആൽഫ ഈസ് ഈക്വൽ ടു എന്തെന്ന് എഴുതാം നമുക്ക് ഇവിടെ? ടാൻ ആൽഫ ഈസ് ഈക്വൽ ടു സി ഡി ഡിവൈഡഡ് ബൈ ഒ ഡി. സി ഡി ഡിവൈഡഡ് ബൈ ഒ ഡി. ഈ സി ഡി ഡിവൈഡഡ് ബൈ ഒ ഡിയെ നമുക്ക് എന്തെന്ന് എഴുതാം? സി ഡി ഡിവൈഡഡ് ബൈ ഒ എ പ്ലസ് എ ഡി എന്ന് എഴുതാമല്ലോ. സി ഡി ഡിവൈഡഡ് ബൈ ഒ ഡിക്ക് പകരം ഒ എ പ്ലസ് എ ഡി എന്ന് എഴുതാം. ഒ എ പ്ലസ് എ ഡി എന്ന് നമുക്ക് എഴുതി കഴിഞ്ഞാൽ ആ സി ഡിക്ക് പകരം നമുക്കൊരു സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുക്കണം. എങ്ങനെയാണ് സി ഡിക്ക് പകരം സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുക്കുന്നത്? സി ഡിക്ക് പകരം സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുക്കാൻ വേണ്ടിയിട്ട് ചെയ്യുന്ന കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു ട്രയാങ്കിളിൽ നിന്ന് നമ്മൾ ആദ്യം കൺസിഡർ ചെയ്ത് ഈ ഒരു ട്രയാങ്കിൾ ഉണ്ടല്ലോ, അവിടെ നിന്ന് സൈൻ തീറ്റ എത്രയാണെന്ന് പറഞ്ഞ് സൈൻ തീറ്റ ഇസ് ഈക്വൽ ടു ഡി സി അല്ലെങ്കിൽ സി ഡി ഡിവൈഡഡ് ബൈ എ സി ആണ്. എ സിക്ക് പകരം ക്യൂ എന്ന് കൊടുക്കും. ശരിയാണല്ലോ. അവിടെ നിന്ന് സി ഡി ഇസ് ഈക്വൽ ടു എന്തെന്ന് എഴുതാം? ക്യൂ സൈൻ തീറ്റ എന്ന് എഴുതാം. ഇനി നമുക്ക് ആ ഇക്വേഷനിൽ കൊടുക്കാമല്ലോ. സി ഡിക്ക് പകരം ക്യൂ സൈൻ തീറ്റ ഡിവൈഡഡ് ബൈ ഒ എ എന്ന് പറഞ്ഞാൽ ആരാണ്? ഒ എ എന്ന് പറഞ്ഞാൽ പി ആണ് അല്ലേ. ഒ എ എന്ന് വെച്ചാൽ ആരാണ്? പി പ്ലസ് എ ഡി എന്ന് പറഞ്ഞാൽ ഇവിടെ നമ്മൾ കണ്ടുപിടിച്ച് വെച്ചു ക്യൂ കോസ് തീറ്റ. ഇതാണ് ടാൻ ആൽഫയുടെ വാല്യൂ. അപ്പോൾ ആ ഒരു റിസൾട്ടന്റ് വെക്ടറിന്റെ സ്ലോപ്പ് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് എന്തെടുത്താൽ മതി? ടാൻ ആൽഫ ഈക്വൽ ടു ക്യൂ സൈൻ തീറ്റ ഡിവൈഡഡ് ബൈ പി പ്ലസ് ക്യൂ കോസ് തീറ്റ എന്ന് എഴുതാം. ഇനി ഈ ആൽഫയാണ് ചോദിക്കുന്നതെന്നുണ്ടെങ്കിൽ ഈ ടാനിനെ റൈറ്റ് സൈഡിൽ കൊണ്ടുപോകണം. അപ്പോൾ ടാൻ ഇൻവേഴ്സ് എന്നാകും. ടാൻ ഇൻവേഴ്സ് ഓഫ് ക്യൂ സൈൻ തീറ്റ ഡിവൈഡഡ് ബൈ പി പ്ലസ് ക്യൂ കോസ് തീറ്റ. ഇത് ഇൻവേഴ്സ് ട്രിഗണോമെട്രിക് ഫംഗ്ഷൻസിൽ പഠിക്കുന്ന ഒരു കാര്യമാണ് ടാൻ ഇൻവേഴ്സ്. ഒരു കാര്യം മനസ്സിലാക്കുക, ടാൻ ഇൻവേഴ്സ് ഓഫ് എക്സ് എന്ന് വെച്ചാൽ 1/tan x അല്ല. ഇതല്ല കേട്ടോ. നമ്മൾ ഇത് പഠിക്കും, മാത്സിൽ നിങ്ങൾ പഠിക്കും. ഇപ്പൊ മനസ്സിലാക്കുക, ഈ ടാൻ ഇൻവേഴ്സ് ഓഫ് എക്സ് എന്ന് വെച്ചാൽ 1/tan x അല്ല. നമ്മൾ a⁻⁻⁰ നമ്മൾ 1/a എന്ന് എഴുതും. അതുപോലെ ഉള്ള കാര്യമല്ല ഇത്. ഇത് ഇൻവേഴ്സ് ട്രിഗണോമെട്രിക് ഫംഗ്ഷൻസ് എന്ന് പറയുന്ന ഒരു വേറെ സെക്ഷൻ ആണ് നിങ്ങൾ മാത്സിൽ പഠിക്കുന്നത്. അപ്പൊ നമ്മളിപ്പോൾ പഠിച്ചത് എന്താണ്? ഡയറക്ഷൻ ഓഫ് R, അതിൽ സ്ലോപ്പ് ഓഫ് R ചോദിച്ചാൽ ഇക്വേഷൻ ക്യൂ സൈൻ തീറ്റ ഡിവൈഡഡ് ബൈ പി പ്ലസ് ക്യൂ കോസ് തീറ്റയും, അതിൽ ആൽഫ കണ്ടുപിടിക്കാൻ ചോദിച്ചു കഴിഞ്ഞാൽ ടാൻ ഇൻവേഴ്സ് ഓഫ് ക്യൂ സൈൻ തീറ്റ ഡിവൈഡഡ് ബൈ പി പ്ലസ് ക്യൂ കോസ് തീറ്റ എന്ന ഇക്വേഷൻ ഓർത്ത് വെച്ചിരിക്കുക.